Hi students, welcome to the 10 days challenge. മക്കളെ നിങ്ങളെല്ലാവരും ഇപ്പോൾ നമ്മുടെ മെയ് 7 പരീക്ഷയ്ക്ക് ടെൻഷൻ അടിച്ചിരിക്കുന്ന ഈ ഒരു സമയമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ നിങ്ങളിപ്പോൾ ടെൻഷൻ അടിക്കുകയല്ല വേണ്ടത്, നിങ്ങളുടെ എബിലിറ്റീസ് എല്ലാവരുടെ മുന്നിലും തുറന്ന് കാണിക്കുകയാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഇനിയിപ്പോഴുള്ള സമയത്ത് നിങ്ങളുടെ തിയറി മനസ്സിലാക്കി കഴിഞ്ഞതിൻ്റെ ആ തിയറിയിൽ നിന്നുള്ള ഒരു 3000 ക്വസ്റ്റ്യനോളമാണ് നമുക്ക് ബയോളജിയിൽ ഇപ്പോൾ ഈ ഒരു 10 ഡേയ്സ് ചാലഞ്ചിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് പഠിക്കുക. ഇത് അപ്പോൾ നമ്മുടെ എൻറ്റയർ തിയറി നമ്മൾക്ക് ഒരിക്കൽ കൂടെ റിവൈസ് ചെയ്ത പോലെ ഇരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നല്ല ഒരു പരീക്ഷ ഇപ്രാവശ്യം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടുകൂടെ നമുക്ക് ഈ ഒരു പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, എല്ലാവരും ഉഷാറായിട്ട് ഇത് കേൾക്കുക, മനസ്സിലാക്കുക. ഇതുമായി ബന്ധപ്പെട്ട തിയറി മൊത്തം നിങ്ങൾ ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രം എക്സാമിന് പോവുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കൂ. Out of the 7 contrasting trait pairs selected by Mental, how many traits were dominant and recessive എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എന്തുത്തരം പറയാൻ പറ്റും ഇതിനെ? Out of 7 contrasting pairs of characters selected by Mental. നിങ്ങൾക്കറിയാം, അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 71 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും 7 pairs of contrasting characters. അത് എന്തൊക്കെയാണ് ആ ക്യാരക്ടേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഹൈറ്റിന് ഡോമിനൻ്റ്, അത് ആ ഡോമിനൻ്റ് ഏത്, റിസസീവ് ഏത് എന്ന് കൃത്യമായിട്ട് നിങ്ങൾ പറഞ്ഞിരിക്കണം, അല്ലെങ്കിൽ പഠിച്ചിരിക്കണം. അപ്പോൾ ഇതിലെന്താ വരിക? 7 and 7 അല്ലേ? അതായത് എത്ര എണ്ണം? യെസ്, 7 and 7 എന്നുള്ളതാണ് വരിക. കാരണം ഔട്ട് ഓഫ് 14 7 pairs ആണ്. 7 pairs എന്ന് പറയുമ്പം 7 എണ്ണം ഡോമിനൻറ്റും 7 എണ്ണം റിസസീവുമാണ്. അപ്പം 7 എണ്ണം ഡോമിനൻ്റ്, 7 എണ്ണം റിസസീവ്. ആ ഡോമിനൻ്റ് ഏതൊക്കെ, റിസസീവ് ഏതൊക്കെ നമുക്ക് നോക്കിക്കൂടെ? ഏതൊക്കെയാണ് അത് അതിന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല പ്രാവശ്യം അത് പരീക്ഷയ്ക്ക് വന്ന ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാതെ? ഹൈറ്റിൽ ടോൾ ഡോമിനൻ്റ് ആണ്. അതുപോലെ തന്നെ ഡ്വാർഫ് എന്ന് പറയുന്നത് റിസസീവാണ്. പിന്നെ രണ്ടാമത്തത് ഫ്ലവറിൻ്റെ കളറാണ്. വയലറ്റ് ഡോമിനൻ്റ് ആണ്. അതേപോലെ തന്നെ വൈറ്റ് റിസസീവാണ്. പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്താ? മൂന്നാമത്തെ ഫ്ലവർ പൊസിഷനാണ്, അല്ലെ? ആക്സിയലാണ് ഡോമിനൻ്റ്, ടെർമിനൽ എന്ന് പറയുന്നത് റിസസീവാണ്. അതിപ്പം 3 പോയിൻ്റായി. അടുത്തത് പോഡിൻ്റെ കളറാണ്. പോഡിൻ്റെ കളർ ഗ്രീൻ യെല്ലോ ആയിട്ട് വരും. പോഡിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇൻഫ്ലേറ്റഡ് ആൻഡ് കോൺസ്ട്രിക്റ്റഡ്. പിന്നെ സീഡിൻ്റെ കളർ യെല്ലോ ഗ്രീൻ, അല്ലേ? സീഡിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് റൗണ്ട് ആൻഡ് റിങ്കിൾഡ്. ഇത്രയും പോയിന്റ് പഠിച്ചിരിക്കണം. ആദ്യം ഞാൻ പറഞ്ഞതൊക്കെ ഡോമിനൻ്റ് ആണ്, രണ്ടാമത് പറഞ്ഞത് റിസസീവ് ആണ്. തെറ്റിപ്പോവരുത്. സോ 7 ഡോമിനൻ്റ്, 7 റിസസീവ്. ക്വസ്റ്റ്യൻ നമ്പർ 2. Among the following characters, which one was not considered by Mental in his experiment on P? ഏതാ? Among the following characters, which one is not considered by Mental? ഇപ്പോൾ സ്റ്റെം, ടോൾ ഓർ ഡോർഫ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. സീഡ് ഗ്രീൻ ഓർ യെല്ലോ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. പോഡ് ഇൻഫ്ലേക്റ്റഡ് ഓർ കൺസ്ട്രിക്റ്റഡ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ട്രൈക്കോംസ് ഗ്ലാൻഡുലാർ ഇതില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ ബി ആണ് ഇതിന് ഉത്തരം വരേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കൂ. The proportion of plants that were dwarf and tall respectively in F2 generation of Mendel experiment was. നമുക്കറിയാം മെൻഡലിൻ്റെ എക്സ്പെരിമെൻറ്റിലെ മോണോ ഹൈബ്രിഡ് ക്രോസിലെ 1 pair ഓഫ് ക്യാരക്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള മോണോ ഹൈബ്രിഡ് ക്രോസിലെ വാട്ട് ഈസ് ദ റേഷ്യോ? 3:1 എന്നാണ്. ടോൾ ഈസ് ടു ഡ്വാർഫ് റേഷ്യോ 3:1 റേഷ്യോ ആണ് എന്ന് നമുക്കറിയാം. അങ്ങനെ വരികയാണെങ്കിൽ എന്താ ഇതിൽ ചോദിച്ചിരിക്കുന്നത്? F1 എപ്പോഴും എന്തായിരിക്കും? ടോളാണ്. പക്ഷേ ടോൾ ഇൻറ്റു ഡ്വാർഫിൽ F1 എപ്പോഴും ടോളാണ്. പക്ഷേ F2ലാണ് ടോളും ഡ്വാർഫും കിട്ടുന്നത്. അത് 3:1 റേഷ്യോ ആണ്. പക്ഷേ ചോദിച്ചിരിക്കുന്നത് ഡ്വാർഫ് ആൻഡ് ടോൾ ആണ്. ഡ്വാർഫ് ആൻഡ് ടോൾ എന്ന് പറയുമ്പം അത് 1:3 എന്താവണം? 3 ആവണം. നോക്കൂ, 1/4 3/4 അല്ലേ വരിക? 1/4 3/4 വരും. കാരണം ചോദിച്ചിരിക്കുന്നത് ഡ്വാർഫും ടോളുമാണ്. ടോളും ഡാർഫും ചോദിച്ചാൽ 3/4
1/4 ആവും. അത് ശ്രദ്ധിക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 4. F2 generation Mendelian cross showed that both the genotypic and phenotypic ratios are same as 1:2:1. It represent in the case of എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം സാധാരണ ഡോമിനൻസ് ആണെങ്കിൽ, കംപ്ലീറ്റ് ഡോമിനൻസ് ആണെങ്കിൽ മോണോഹൈബ്രിഡ് റേഷ്യോയിൽ അത് 3:1 വരേണ്ടത്. പക്ഷേ ഇവിടെ വന്നിരിക്കുന്നത് ജീനോടൈപ്പിക് റേഷ്യോവും ഫീനോടൈപ്പിക് റേഷ്യോവും 1:2:1 എന്ന് പറയുമ്പോൾ അതെന്താ, മോണോഹൈബ്രിഡ് ക്രോസുമാണ്. അത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് നമ്മൾ പഠിച്ചു. മിറാബിലിസ് ജലപ്പ അല്ലേ, 4 മണിപ്പൂവ്, സ്നാപ് ഡ്രാഗൺ, ഇതിൽ കാണുന്നത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. അവിടെ ജീനോടൈപ്പിക് റേഷ്യോവും ഫീനോടൈപ്പിക് റേഷ്യോവും 1:2:1 ആണ്. Then question number 5. Test cross involve the cross between. നമുക്കറിയാം വാട്ട് ഈസ് എ ടെസ്റ്റ് ക്രോസ്. ടെസ്റ്റ് ക്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാക്ക് ക്രോസും ടെസ്റ്റ് ക്രോസും നിങ്ങൾക്കറിയാം. വാട്ട് ഈസ് എ ടെസ്റ്റ് ക്രോസ്? ടെസ്റ്റ് ക്രോസ് എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്ക് F1-നെ F1 കൊണ്ട് ക്രോസ് ചെയ്ത് F2 ഉണ്ടായി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഹൈബ്രിഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പിന്നോട്ട് വന്നിട്ട് ഇപ്പം ഹൈബ്രിഡ് നമ്മൾ പിന്നോട്ട് കൊണ്ടുവരിക, എനി ഓഫ് ദ പാരൻറ്റുമായിട്ട് ക്രോസ് ചെയ്യുക. ആ ക്രോസിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാക്ക് ക്രോസ് എന്ന് പറയുക. അതിൽ റിസസീവ് പാരൻറ്റുമായിട്ടുള്ള ബാക്ക് ക്രോസിനെയാണ് ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് ടെസ്റ്റ് ക്രോസ്? ടെസ്റ്റ് ക്രോസ് ഈസ് ദ ക്രോസ് ബിറ്റ്വീൻ ദ ഹൈബ്രിഡ് വിത്ത് ഡബിൾ റിസസീവ് ഓർ റിസസീവ് പാരൻറ്റ്. അപ്പോൾ എന്താ വരിക, ഡോമിനൻ്റ് F2 പ്ലാൻ ആൻഡ് റിസസീവ് പാരൻ്റ് എന്നുള്ളതാണ്. അത് ഡോമിനൻ്റ് പാരൻറ്റുമാവാം റിസസീവുമാവാം. ഡോമിനൻ്റ് പാരൻ്റ് ആയാലും റിസസീവ് പാരൻ്റ് ആയാലും കോമൺ ആയിട്ട് ബാക്ക് ക്രോസ് എന്നാണ് പറയുക. പക്ഷെ അതിൽ റിസസീവ് പാരൻ്റ് ആവുമ്പോൾ നമ്മളതിനെ ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്നു. അപ്പോൾ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 5 സി ഈസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 6. The law of dominance is applicable in the inheritance of. ലോ ഓഫ് ഡോമിനൻസ്, കംപ്ലീറ്റ് ഡോമിനൻസ് എവിടെയാണ് നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്? സീഡ് കളർ ഓഫ് പി ആണോ, അതല്ലെങ്കിൽ ഫ്ലവർ കളർ ഓഫ് മിറാബിലിസ് ജലപ്പയാണോ, സ്റ്റാർച്ച് ഗ്രെയിൻ ഇൻ ദ പി ആണോ, റോൺ കോട്ട് കളർ ഓഫ് ദ കാറ്റിൽസ് ആണോ? നിങ്ങൾക്കറിയാം ഇതിൽ സീഡ് കളർ ഇൻ പി ആണ് ഇതിന് ഉത്തരം വരേണ്ടത് അല്ലേ. സീഡ് കളർ ഇൻ പി നമ്മൾ പഠിച്ചിട്ടുണ്ട്. യെല്ലോ കളർ, ഗ്രീൻ കളർ, ഡോമിനൻ്റ്, റിസസീവ് എന്ന് സീഡിന് പഠിച്ചിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. ബാക്കിയുള്ള ഫ്ലവർ കളർ ഇൻ മിറാബിലിസ് ജലപ്പ എന്ന് നിങ്ങൾ കേട്ടു. ഫ്ലവർ കളർ ഇൻ മിറാബിലിസ് ജലപ്പ എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ് അല്ലേ. അതേപോലെ സ്റ്റാർച്ച് ഗ്രെയിൻ സൈസ് ഇൻ പി, അതും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. BB, അപ്പോൾ നമ്മൾ ഇങ്ങനെ പഠിച്ചു. BB ആണെങ്കിൽ ലാർജ് ഗ്രെയിൻസ്, BB ആണെങ്കിൽ സ്മോൾ, പക്ഷേ BB ആണെങ്കിൽ അത് ഇൻ്റർമീഡിയറ്റ്, അപ്പോൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയും അല്ലേ. അതേപോലെ തന്നെ റോൺ കോട്ട് കളർ, ഇതും ഒരു എന്തല്ല, രണ്ടും കൂടെ കാണിക്കുക, അത് കോ ഡോമിനൻസ് ആണ്. അപ്പോൾ ഈ പറഞ്ഞതൊന്നും എന്തിൽ വരുന്നതല്ല, ലോ ഓഫ് ഡോമിനൻസിൽ വരുന്നത് ആകെ എന്തു മാത്രമേ ഉള്ളൂ, സീഡ് കളർ ഇൻ പി മാത്രമാണ്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 7 എന്താ നോക്കൂ. TTRR റെപ്രസെൻറ്റ്, അതായത് ക്യാപിറ്റൽ T സ്മോൾ t ക്യാപിറ്റൽ R സ്മോൾ r റെപ്രസെൻറ്റ് ഹെട്രോസൈഗസ് ടോൾ ആണ് അല്ലേ. നോക്കൂ, ഹെട്രോസൈഗസ് ടോൾ ആണ്. ആൻഡ് ഹെട്രോസൈഗസ് പിങ്കുമാണ്. അപ്പോൾ ഹെട്രോസൈഗസ് പിങ്ക് ആവണമെങ്കിൽ അതെന്തായിരിക്കണം, ഈ ഒരു കണ്ടീഷനിൽ ക്യാപിറ്റൽ R സ്മോൾ r എന്ന് പറയുന്നത് നോർമൽ കേസിൽ റെഡ് ആയിരിക്കും. പക്ഷെ അത് പിങ്ക് ആവണമെങ്കിൽ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആയിരിക്കണം. അതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹെട്രോസൈഗസ് ടോൾ ആണ്. ഹെട്രോസൈഗസ് ഉള്ളത് പിങ്ക് ആവണമെങ്കിൽ അത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആയിരിക്കണം, അല്ലെങ്കിൽ അത് റെഡ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ. ഇഫ് ദിസ് പ്ലാന്റ് ഈസ് സെൽഫ്ഡ്, ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സെൽഫ് ചെയ്യുന്നു. ഈ സാധനത്തിനെ നമ്മൾ സെൽഫ് ചെയ്യുന്നു. പക്ഷെ ഇത് നോർമൽ ആയിട്ടുള്ള ഡോമിനൻസ് അല്ല, ഇത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്തായിരിക്കും ഉണ്ടാവുക, ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൽ നമ്മൾ പഠിച്ചത് 1:2:1 റേഷ്യോയിലായിരിക്കും ഇതിലെ ക്യാരക്ടേഴ്സ് കാണുക.
എന്ന് പറഞ്ഞാൽ പാരൻ്റ് എപ്പോഴും 1ഉം 1ഉം മിക്സർ എപ്പോഴും 2 ആയിരിക്കും. നോക്കൂ, ഇതിൽ 25% പ്ലാന്റ്സ് ആവ് റെഡ് ഫ്ലവേഴ്സ്, ശരിയല്ലേ? കാരണം ഇതിൽ ടോട്ടൽ ഉള്ളതിൻ്റെ 25 1 2 1 ടോട്ടൽ 4ൽ 1 പറയും 1/4 25% റെഡാണ്, 25% വൈറ്റ് ആണ്. അതൊക്കെ ശരിയാണ് അല്ലേ? പിന്നെ അതേപോലെ തന്നെ എന്താ 50% പിങ്കും ശരിയല്ലേ? കാരണം അതല്ലേ ഓർഡറിൽ വരുന്നത്. 25% റെഡാണ്, പാരൻ്റ് ആണ് 1, 50% പിങ്ക് ആണ് 2, അടുത്ത 25% വൈറ്റ് ആണ്, അതൊക്കെ ശരിയാണ്, പാരൻ്റ് ആണ്. പക്ഷേ 50% ടോൾ ആണോ? ഒരിക്കലും 50% ടോൾ വരില്ല. കാരണം ഈ പാരൻ്റ് ടോൾ ആണെങ്കിൽ അത് 25% വരുള്ളൂ. ഇൻ്റർമീഡിയറ്റ് സൈസ് ആയിരിക്കണം 50% വരേണ്ടത്. ഇത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. അപ്പോൾ ഈ 50% ടോൾ എന്നുള്ള പ്ലാന്റ്സ് ടോൾ എന്നുള്ളത് തെറ്റാണ്. എത്ര വരാൻ പാടുള്ളൂ? 25% പ്ലാന്റ്സേ ടോൾ ആവാൻ പാടുള്ളൂ, 25% ഡ്വാർഫ് ആയിരിക്കും, ബാക്കി 50% ഇൻ്റർമീഡിയറ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരി? 1ഉം 2ഉം 3ഉം ശരിയാണ്. അതുകൊണ്ട് ഓപ്ഷൻ എന്താ വരിക? ബി വരും ക്വസ്റ്റ്യൻ നമ്പർ 7. ക്വസ്റ്റ്യൻ നമ്പർ 8 എന്താണെന്ന് നോക്കൂ. ദ റിസസീവ് ട്രേറ്റ് ഇൻ കേസ് ഓഫ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഈസ് സീൻ ഡ്യൂ ടു ദ. ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? റിസസീവ് ട്രേറ്റ് ഇൻ ദ കേസ് ഓഫ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഈസ് സീൻ ഡ്യൂ ടു ദ. ഇത് നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് നിങ്ങളെ മിറാബിലിസ് ജലപ സ്നാപ് ഡ്രാഗൻ്റെ ചിത്രമുള്ള ഒരു പേജ് ഉണ്ട്. നിങ്ങൾ സ്നാപ് ഡ്രാഗൻ്റെ ചിത്രമുള്ള ഒരു പേജ്, അതായത് പേജ് നമ്പർ 76, പേജ് നമ്പർ 76ൽ നിങ്ങൾക്കിത് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഈ ഒരു പോയിന്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? 3 തരത്തിലുള്ള, നമ്മൾ ആ ഒരു ജീനിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു എൻസൈം, ഒന്ന് നമ്മൾ പറയുന്ന മോഡിഫൈഡ്, ഒന്ന് അൺമോഡിഫൈഡ് നോർമലായി നിൽക്കും. മോഡിഫൈഡ് ആയ ജീന് 3 രീതിയിൽ പ്രവർത്തിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ എന്താ? അത് ഈ അൺമോഡിഫൈഡിന് തുല്യമായിട്ടുള്ള ഒരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഒന്ന്. രണ്ടാമത്തത് എന്താ പഠിച്ചത്? ഒന്നങ്ങനെ പഠിച്ചു നമ്മൾ, ഒരു ഓൾമോസ്റ്റ് ഈക്വൽ ബട്ട് ലെസ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും. രണ്ടാമത്തത് എൻസൈം എഫക്റ്റീവ് അല്ലാത്ത പ്രൊഡ്യൂസ് ചെയ്യും, എൻസൈം പ്രൊഡ്യൂസ് ചെയ്യില്ല. അങ്ങനെ 3 പോയിന്റുകളായിട്ട് ആ പേജ് നമ്പർ 76ലുണ്ട്. ഇപ്പം നോൺ ഫങ്ഷണൽ എൻസൈം പ്രൊഡ്യൂസ്ഡ് ബൈ മോഡിഫൈഡ് ജീൻ എന്നുള്ളത് ശരിയാണ്. ആബ്സെൻസ് ഓഫ് അല്ലേ, ഇതിൽ ആബ്സെൻസ് ഓഫ് എനി എൻസൈം ദാറ്റ് മേ അതർവൈസ് ബി പ്രൊഡ്യൂസ്ഡ് ബൈ മോഡിഫൈഡ് ജീൻ, ഇതിൽ ഏതൊക്കെ വരുവടാ ഇതിനകത്ത് വരുന്നത്? നോർമൽ ഓർ ലെസ് എഫിഷ്യൻറ്റ് എൻസൈം പ്രൊഡ്യൂസ്ഡ് ബൈ റിസസീവ് അലീൽ. ഇത് ബോത്ത് എ ആൻഡ് ബി അല്ലേ വരുന്നത്? ഡി ആണ് വരിക. ദ റിസസീവ് ട്രേറ്റ് ഇൻ ദ കേസ് ഓഫ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് സീൻ ഡ്യൂ ടു നോൺ ഫങ്ഷണൽ എൻസൈം പ്രൊഡ്യൂസ്ഡ് ബൈ ദ മോഡിഫൈഡ് ജീൻ. 2, ആബ്സെൻസ് ഓഫ് എനി എൻസൈം അതർവൈസ് പ്രൊഡ്യൂസ് മോഡിഫൈഡ്. നോർമൽ ഓർ ലെസ് എന്നുള്ളത് ആവശ്യമില്ലല്ലോ. നോർമൽ ഓർ ലെസ് എന്ന് പറയുമ്പം ഓൾമോസ്റ്റ് ഈക്വൽ ടു അൺമോഡിഫൈഡ് ആണ്. അപ്പോൾ ഇത് നമ്മൾ നോക്കേണ്ട ആവശ്യം വരുന്നില്ല. ഒരു ഉള്ളതിനേക്കാൾ കുറച്ച് എഫിഷ്യൻസി കുറവുള്ളത് ഓൾമോസ്റ്റ് ഈക്വൽ ടു അൺമോഡിഫൈഡ് ആണ്. അതുകൊണ്ട് അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ബാക്കി രണ്ടുമാണ് റിസസീവ് ട്രേറ്റിനെ കാണിക്കാൻ കാരണം എന്നുള്ളത് കൃത്യമായിട്ട് പേജ് നമ്പർ 76ൽ കൊടുത്തത് കൊണ്ട് ബോത്ത് എ ആൻഡ് ബി എന്നുള്ള ഉത്തരം നമുക്കിവിടെ കൊടുക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 9, ഇൻ ഹ്യൂമൻ ബ്ലഡ് ഗ്രൂപ്പ് ഇൻഹെറിറ്റൻസ്. ബ്ലഡ് ഗ്രൂപ്പ്സ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ ഹ്യൂമൻ ബ്ലഡ് ഗ്രൂപ്പ് ഇൻഹെറിറ്റൻസ് IA ആൻഡ് IB ആർ കോ ഡോമിനൻ്റ് അല്ലേ? IA ആൻഡ് IB ആർ കോ ഡോമിനൻ്റ് എന്നുള്ളത് ശരിയല്ലേ? IA IB കോ ഡോമിനൻ്റ് ആണ്, കാരണം ഈക്വൽ ഡോമിനൻസ് ആണ്. IA ഈസ് ഈക്വൽ ടു IB. എല്ലാവർക്കും അറിയാം ഈ ക്വസ്റ്റ്യൻ ഉത്തരം. അതായത് I എന്ന് പറയുന്നൊരു ജീനാണ് ഹ്യൂമൻ ബ്ലഡ് ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യുന്നത്. അതിന് 3 അലീൽസ് ഉണ്ട്. IA ഉണ്ട്, IB ഉണ്ട്, പിന്നെ സ്മോൾ ലെറ്റർ I ഉണ്ട്. അതിൽ IA ഈസ് ഈക്വൽ ടു IB ഈസ് ഡോമിനൻ്റ് ഓവർ I എന്നാണ്. അപ്പോൾ അത് കോ ഡോമിനൻ്റ് ആണ്, 2 പേർക്കും ഈക്വൽ ഡോമിനൻസ് ആണ്. IA ആൻഡ് IB ആർ ഡോമിനൻ്റ് ഓവർ I, അതും ഞാനിവിടെ പറഞ്ഞു തന്നു. പിന്നെ IA ഈസ് ഡോമിനൻ്റ് ഓവർ IB തെറ്റല്ലേ? ഇത് കോ ഡോമിനൻ്റ് ആണ്, രണ്ടിനും തുല്യമായ ഡോമിനൻസ് ആണ്. അതുകൊണ്ട് ബോത്ത് A ആൻഡ് B എന്ന ഉത്തരം ഇവിടെ വരും.
Question number 10. Blood group of the father is A and blood group of the mother is B. Blood group of the father Aയും blood group of the mother Bയുമാണ്. Then predict the blood group of the progeny. നമുക്കൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ വ്യത്യസ്തമായ ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടാവണമെങ്കിൽ ഹെട്രോസൈഗസ് കണ്ടീഷനിൽ ഉണ്ടായിരിക്കണം. അതായത് ഫാദർ ഇപ്പോൾ എ എന്ന് പറയുന്നത് എന്തായിരിക്കണം? IA സ്മോൾ ലെറ്റർ I എടുക്കാം. അതുപോലെ മദർ ബി എന്ന് പറയുമ്പോൾ IBI എടുക്കാം. ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ എന്തൊക്കെ ഉണ്ടാവും? ഈ IAയും IBയും കൂടി ചേർന്നാൽ IAIB എന്ന AB ഗ്രൂപ്പ് ഉണ്ടാവും. പിന്നെ ഇതും കൂടെ കൂടി ചേർന്നാൽ IAI എന്ന A ഗ്രൂപ്പ് ഉണ്ടാവും. പിന്നെയോ ഇതും കൂടെ കൂടി ചേർന്നാൽ IBI എന്ന B ഗ്രൂപ്പ് ഉണ്ടാവും. ഇതും കൂടെ കൂടി ചേർന്നാൽ II എന്ന O ഗ്രൂപ്പും ഉണ്ടാവും. അപ്പോൾ AB ഗ്രൂപ്പ് ഉണ്ട്, A ഗ്രൂപ്പ് ഉണ്ട്, B ഗ്രൂപ്പ് ഉണ്ട്, O ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ ബി വരും. 4 ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടാവും. പക്ഷേ അവരെന്തായിരിക്കണം? അവരെ രണ്ടുപേരും ഹെട്രോസൈഗസ് ആയിരിക്കണം. ഇവർ രണ്ടുപേരും ഹോമോസൈഗസ് എയും ബിയും ആണെങ്കിൽ ഉണ്ടാവില്ല. ഇപ്പോൾ ഹെട്രോസൈഗസ് ആയി ഇപ്പോൾ നമ്മളൊരു ചോദ്യം ചോദിക്കുകയാണ്, ഫാദർ എ ഗ്രൂപ്പാണ്, മദർ ബി ഗ്രൂപ്പാണ്, ഒരു കുഞ്ഞ് O ഗ്രൂപ്പ് ആണെങ്കിൽ അവരുടെ ജീനോ ടൈപ്പ് എന്താണെന്ന് ചോദിച്ചാൽ അവർ ഹെട്രോസൈഗസ് ആയിരിക്കണം. അതായത് ഫാദർ എ ആണെങ്കിൽ IA സ്മോൾ I ആവണം. അതുപോലെ മദർ ആണെങ്കിൽ ബി ആണെങ്കിൽ IB സ്മോൾ I ആവണം. ഒരിക്കലും ക്യാപിറ്റൽ IAIAയോ IBIBയോ വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ O ഗ്രൂപ്പുള്ള കുട്ടി ഉണ്ടാവില്ല. അപ്പോൾ മാക്സിമം ചാൻസ് 4 ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടാവാനുള്ള ചാൻസ് ഇതാണ്. 4 ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 11 എന്താ നോക്കൂ. 11 ദ ജീനോ ടൈപ്പ് ഓഫ് ദ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആർ IAIB ആൻഡ് IAI. Among the blood type of their children, how many different genotype phenotypes are possible? നമുക്ക് എഴുതി നോക്കിയാൽ മതി. ഇതിങ്ങനെ എഴുതാൻ IAIB ആണ് ഒരാളോ IAI ആണ്. ഇത് രണ്ടും കൂടെ കൂടിച്ചേർന്നാൽ എന്താ ഉണ്ടാവുക? IAIA എന്ന് പറഞ്ഞാൽ A ഗ്രൂപ്പ് ഉണ്ടാവും അല്ലേ. ഇനി ഇതും കൂടെ കൂടിച്ചേർന്നാൽ IAI എന്ന A ഗ്രൂപ്പ് ഉണ്ടാവും. 2 ടൈപ്പ് A ഗ്രൂപ്പായി കണ്ടില്ലേ. പിന്നെ ഇത് രണ്ടും കൂടെ കൂടിച്ചേർന്നാൽ എന്ത് വരും? IBIA അതായത് AB ഗ്രൂപ്പ് ആവും. പിന്നെ ഇത് രണ്ടും കൂടെ കൂടി ചേർന്നാൽ IBIB ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പോൾ എത്ര ഫീനോടൈപ്പായി നോക്കൂ. A ഗ്രൂപ്പ്, B ഗ്രൂപ്പ്, A ഗ്രൂപ്പ്, AB ഗ്രൂപ്പ്, B ഗ്രൂപ്പ്, 3 ഫീനോടൈപ്പ്. പക്ഷേ 1 2 3 4 ജീനോടൈപ്പ്, 4 വ്യത്യസ്തമായ കോമ്പിനേഷൻ. പക്ഷേ 2 എണ്ണത്തിൽ A ആണ്. ഫീനോടൈപ്പ് ആണല്ലോ A ഗ്രൂപ്പ്, B ഗ്രൂപ്പ്, AB ഗ്രൂപ്പ്, O ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അങ്ങനത്തെ 4 ജീനോടൈപ്പും 3 ഫീനോടൈപ്പും ഇതിനകത്ത് ഉണ്ടാവും. അപ്പോൾ ഓപ്ഷൻ എന്താ വരിക? സി വരും. മക്കളെ ഇത് മനസ്സിലായി ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 12. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ ആർ കറക്റ്റ് ഫോർ starch synthesis in pea seed controlled by a single gene which has 2 allelic form B and B. ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇത് ഇങ്ങനെയാണ് പഠിക്കുക. ക്യാപിറ്റൽ ബി ആണെങ്കിൽ അത് ഡോമിനൻ്റ് കണ്ടീഷനിലാണെങ്കിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താ? ലാർജ് ഗ്രെയിൻസ് ആണ്. ഇങ്ങനെയാണെങ്കിൽ അത് ലാർജ് ഗ്രെയിൻ ആണ് അല്ലേ. സ്മോൾ ആണെങ്കിലോ അത് എന്താണ്? സ്മോൾ ഗ്രെയിൻസ് ആണ്. ക്യാപിറ്റൽ ബി സ്മോൾ ബി ആണെങ്കിൽ അത് ഇൻ്റർമീഡിയറ്റ് സൈസ് ആണ് അല്ലേ. ഇതാണ് നമ്മൾ ചോദ്യം. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ് എന്നാണ് നമ്മൾ നോക്കൂ. BB ഈസ് റൗണ്ട് സീഡ് വിത്ത് ലാർജ് സ്റ്റാർച്ച് സിന്തസിസ് എന്നുള്ളത് ശരിയല്ലേ. ഗ്രെയിൻസ് വലുതാകുമ്പോൾ അത് റൗണ്ട് ആണെന്നുള്ളത് കറക്റ്റാണ്. BB ഈസ് റിങ്കിൾഡ് വിത്ത് ലാർജ് അല്ല. ഇത് കണ്ടില്ലേ, റിങ്കിൾഡ് ആണെങ്കിൽ അത് സ്മോൾ ആവണം, അത് തെറ്റാണ്. പിന്നെ BB ഈസ് റൗണ്ട് സീഡ് അത് കറക്റ്റാ, പക്ഷേ ലെസ് അല്ല, ഇൻ്റർമീഡിയറ്റ് ആണ് അത് വരിക. ഇൻ്റർമീഡിയറ്റ് ഇത് റൗണ്ടാണ് പക്ഷേ ഇൻ്റർമീഡിയറ്റാണ് വരേണ്ടത്. ഓക്കെ, ഓൾ ഓഫ് എബവ് 10. അപ്പോൾ ഇതിൽ ഏതാണ് ശരിയുള്ളത്? ആകെ ഓപ്ഷൻ 1 മാത്രമാണ് ശരിയുള്ളത്. ഇത് നിങ്ങൾ പഠിക്കണം. ഇവിടെ ഈ ഒരു ഭാഗം എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ എപ്പോഴും ഒരു ഡോമിനൻസ് നമുക്ക് പ്രീ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്.
നമ്മൾ എന്ത് വെച്ച് നോക്കുന്നു, ഏത് കോണിലൂടെയാണ് അതിനെ നോക്കുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഏത് ഡോമിനൻസ് ആണ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതിന് ഉദാഹരണമാണിത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ക്യാപിറ്റൽ ബി ആണെങ്കിൽ അത് റൗണ്ടുമാണ്, അതേസമയത്ത് ലാർജ് സൈസുമാണ്. ഇനി രണ്ടാമത്തെ എടുത്ത് നോക്കൂ, സ്മോൾ ബി ആണെങ്കിൽ അത് റിങ്കിൾഡുമാണ്, സ്മോൾ ഗ്രെയിനാണ്. ക്യാപിറ്റൽ ബി സ്മോൾ ബി ആണെങ്കിൽ അത് റൗണ്ടാണ്, പക്ഷേ ഇൻ്റർമീഡിയറ്റ് ആണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഷേപ്പ് നോക്കുകയാണെങ്കിൽ റൗണ്ടാണ്, ഡോമിനൻ്റ് ആണ്, കംപ്ലീറ്റ് ഡോമിനൻസാണ്. പക്ഷേ അതിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ എന്തിൻ്റെ, സ്റ്റാർച്ചിൻ്റെ ഗ്രെയിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ ഇൻ്റർമീഡിയറ്റ് എന്ന് പറയുമ്പോൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻസാണ്. അപ്പോൾ ഒരിക്കലും നമുക്ക് ഈ ഒരു ക്യാരക്ടർ എന്താണ് പറയാൻ പറ്റില്ല. ഏത് ഡോമിനൻസ് ആണ് പറയണമെങ്കിൽ അതിൻ്റെ ഫീനോടൈപ്പിനെ ആശ്രയിച്ചിരിക്കും എന്നുള്ളതാണ് ഈ ഒരു പോയിന്റിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ദ ടൈപ്പ് ഓഫ് ഗാമറ്റ് ഫോംഡ് ബൈ ദ ജീനോടൈപ്പ് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. നിങ്ങൾക്കറിയാം ഇത് ഇങ്ങനെ എഴുതാൻ പറ്റും, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ക്യാപിറ്റൽ വൈ സ്മോൾ വൈ എന്നിവിടെ ഇങ്ങനെ ക്രോസ് ചെയ്താൽ മതി. ഇത് കണ്ടോ, ഇങ്ങനെ ക്രോസ് ചെയ്താൽ കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ കിട്ടും, ക്യാപിറ്റൽ ആർ സ്മോൾ വൈ കിട്ടും, സ്മോൾ ആർ ക്യാപിറ്റൽ വൈ കിട്ടും, സ്മോൾ ആർ സ്മോൾ വൈ കിട്ടും. അപ്പോൾ ഏത് ഓപ്ഷൻ? 13ാമത്തത് ക്യാപിറ്റൽ ആർ ഇതല്ലേ വരുന്നത്? യെസ്, 1 ഈസ് ദ റൈറ്റ് ആൻസർ. നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കുക നമ്പർ ഓഫ് ഗ്യാമറ്റ് ചോദിക്കും കേട്ടോ. ഇങ്ങനെയൊന്നും അല്ലാതെ ഗ്യാമറ്റിൻ്റെ എണ്ണം ചോദിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് 2n എന്ന ഇക്വേഷനാണ് എടുക്കേണ്ടത്. n എന്താ? ഇത് ഹെട്രോസൈഗസ് കണ്ടീഷൻ എത്ര ഉണ്ടെന്ന് നോക്കുക. ഇവിടെ ഈ ഒരു കണ്ടീഷൻ നോക്കൂ നിങ്ങൾ, ഇതിനകത്ത് ഹെട്രോസൈഗസ് കണ്ടീഷൻ 2 എണ്ണമാണ്. അപ്പോൾ 2 അതായത് 4. അതല്ലേ ഇവിടെ നമ്മൾ 4 എണ്ണം കിട്ടിയത്. ഫീനോടൈപ്പ് കാണാനും ഗ്യാമറ്റ് കാണാനും 2n ആണ് എടുക്കുക. ജീനോടൈപ്പ് കാണാൻ ഇതിപ്പോൾ എന്താണ്? നമ്പർ ഓഫ് ഗ്യാമറ്റ്, ഇത് വ്യത്യാസമുണ്ട് കേട്ടോ. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ആ ഗ്യാമറ്റ് ഏതാണെന്ന് ചോദിച്ചത്. ചിലപ്പോൾ അങ്ങനെയല്ല ചോദിക്കാൻ, നമ്പർ ഓഫ് ഗ്യാമറ്റ് ഈസ് ഈക്വൽ ടു 2n. നമ്പർ ഓഫ് ഫീനോടൈപ്പും 2n ആണ്. നമ്പർ ഓഫ് ജീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ 3n എടുക്കണം, അത്രേ ഉള്ളൂ. Then question number 14. In Mendel experiment with garden pea, round seed is dominant over wrinkled seed and yellow color dominant over green color. What are the expected phenotype in F1 generation of the cross? നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്ന് കാര്യമായിട്ട് ശ്രദ്ധിച്ചു നോക്കൂ. അതായത് ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ അതിനെ നമ്മൾ സ്മോൾ ആർ സ്മോൾ വൈയോട് ക്രോസ് ചെയ്യുന്നു. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നമുക്ക് കിട്ടുന്ന F1 എന്തായിരിക്കും? ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ ആയിരിക്കും കിട്ടുക. ഇതാണ് F1. ഈ F1 ഏത് ക്യാരക്ടറാണ് ഇതിൽ ശരി എന്നുള്ളതാണ് ചോദ്യം. നോക്കൂ, ഇതിൽ നമുക്ക് പറയാം ഓൺലി റൗണ്ട് സീഡ് വിത്ത് യെല്ലോ കോട്ടിലിടൻ. F1 അതേ ഉണ്ടാവുള്ളൂ, റൗണ്ട് ആൻഡ് യെല്ലോ അല്ലേ ഉണ്ടാവുക. F1 നോക്ക് നിങ്ങൾ, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് പറയുമ്പോൾ റൗണ്ടാണ്, അതുപോലെ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ എന്നാൽ യെല്ലോ ആണ്. അപ്പോൾ ആ ഒരു ഓൺലി റൗണ്ട് സീഡ് വിത്ത് യെല്ലോ. ഓൺലി റിങ്കിൾ സീഡ് തെറ്റല്ലേ? റിങ്കിൾഡ് അല്ലല്ലോ ഉണ്ടാവുക. റിങ്കിൾഡ് എന്ന് പറയുന്നത് റിസസീവ് ക്യാരക്ടറാണ്, അത് F1 ഉണ്ടാവില്ല. പിന്നെ ഓൺലി റിങ്കിൾഡ് അതും തെറ്റാണ്. റൗണ്ട് സീഡ് വിത്ത് ആൻഡ് റിങ്കിൾഡ് സീഡ്, ഒരിക്കലും റിങ്കിൾഡ് സീഡ് എവിടെ വരില്ല? F1 വരില്ല. ബിക്കോസ് ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് ഡോമിനൻസ്. ഇത് കംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. അപ്പോൾ ഡോമിനൻ്റ് ക്യാരക്ടർ മാത്രമേ F1 ഉണ്ടാവൂ. അതുകൊണ്ട് ഈ റിങ്കിൾഡ് എന്നുള്ള 3 പോയിന്റും തെറ്റാണ്. അതുകൊണ്ട് ഓൺലി 1 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 15. ഇൻ എ ക്രോസ് ബിറ്റ്വീൻ പ്ലാന്റ് ഹാവിംഗ് യെല്ലോ round and green wrinkled seed, what is the ratio between seed having yellow and green color? ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെങ്കിലും അത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ല ഇത്. ഇതിൽ നമ്മളോട് ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിൽ എന്താ പറയുക? റൗണ്ട് ആൻഡ് യെല്ലോ. റൗണ്ട് യെല്ലോ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ. റൗണ്ട് യെല്ലോ ഈസ് ക്രോസ്ഡ് വിത്ത് റിങ്കിൾഡ് ഗ്രീൻ ആണ്. റിങ്കിൾഡ് ഗ്രീൻ എന്ന് പറയുമ്പോൾ സ്മോൾ ആർ സ്മോൾ വൈ അല്ലേ? ഇതിൽ വാട്ട് വിൽ ബി ദ റേഷ്യോ ഓഫ് യെല്ലോ ആൻഡ് ഗ്രീൻ സീഡ്? ഗ്രീൻ എന്നുള്ളത് ഏത് ഭാഗത്ത് വരുന്നതാ?
യെല്ലോ എന്ന് പറയുന്നത് ഡോമിനൻറ്റും ഗ്രീൻ എന്ന് പറയുന്നത് റിസസീവുമാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഒരു ക്രോസിൽ എന്തൊക്കെ ഉണ്ടാവും? ഈ ഒരു ക്രോസ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക? ഇത് റൗണ്ട് യെല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം എഴുതാം റൗണ്ട് യെല്ലോ. റൗണ്ട് യെല്ലോ എന്ന് പറയുന്നത് 9 എണ്ണം ഉണ്ടാവും. 9:3:3:1 അല്ലേ ഉണ്ടാവുക? ഡൈഹൈബ്രിഡ് ക്രോസ് അല്ലേ? റൗണ്ട് യെല്ലോ 9. റൗണ്ട് ഗ്രീനോ? റൗണ്ട് ഗ്രീൻ എന്ന് പറയുന്നത് 3 എണ്ണമാണ് അല്ലേ? ഇനി റിങ്കിൾഡ് യെല്ലോ അത് 3 എണ്ണം ഉണ്ടാവും. പിന്നെയോ റിങ്കിൾഡ് ഗ്രീൻ 1 ഉണ്ടാവും. ഇതാണ് 9:3:3:1. പക്ഷേ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിനകത്ത് എന്തൊക്കെയാണ്? യെല്ലോയും ഗ്രീനുമാണ്. അപ്പോൾ യെല്ലോ എന്ന് പറയുന്നത് എത്ര എണ്ണം ഉണ്ടാവും നോക്കൂ. യെല്ലോ എന്ന് പറഞ്ഞാൽ ഇവിടെ 9 എണ്ണം യെല്ലോയിലുണ്ട്, പിന്നെ ഇവിടെ ഒരു 3 എണ്ണം യെല്ലോയിലുണ്ട്, അപ്പോൾ 12 വരും അല്ലേ? ഗ്രീൻ എത്ര ഉണ്ടോ നോക്കൂ. ഗ്രീൻ നമുക്ക് ഗ്രീൻ കൊണ്ട് തന്നെ കാണിക്കാം. ഗ്രീൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ ഒരു 1 ഉണ്ട്, അപ്പോൾ എത്രയാ? ടോട്ടൽ 4. അപ്പോൾ എത്ര വരും? ഇത് നമ്മൾ നോക്കുമ്പോൾ 12:4 3:1. അപ്പോൾ 3:1 വരും. എപ്പോഴൊരു കാര്യം ശ്രദ്ധിക്കുക കേട്ടോ, എപ്പോഴൊരു കാര്യം ശ്രദ്ധിക്കുക. ഒരു ഡൈഹൈബ്രിഡ് ക്രോസ് ആണെങ്കിൽ ഡോമിനൻ്റ് ഉള്ളത് എപ്പോഴും 12 എണ്ണവും റിസസീവ് ഉള്ളത് എപ്പോഴും 4 എണ്ണവും ആയിരിക്കും നോർമൽ ഇതിൽ കേട്ടോ. അതായത് അതിനകത്തുള്ള ഇൻ്ററാക്ഷൻ, ഈ ജീൻ ഇൻ്ററാക്ഷൻ വരുമ്പം വ്യത്യാസം വരും. നോർമൽ ആയിട്ടുള്ള ഡോമിനൻസിൽ ഡൈഹൈബ്രിഡ് ക്രോസ് ആണെങ്കിൽ 16 എണ്ണത്തിൽ 12 എണ്ണം എന്തിൽ വരും? ഡോമിനൻ്റ് ക്യാരക്ടറും 4 എണ്ണം റിസസീവ്. അപ്പോൾ അത് 3:1 റേഷ്യോയിലാണ് വരിക. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 16. The number of different genotype observed in the F2 generation of dihybrid cross. ഡൈഹൈബ്രിഡ് ക്രോസിൽ എത്രയാണ് നമുക്ക് നോക്കണം. നമ്പർ ഓഫ് ജീനോടൈപ്പ് എങ്ങനെയാണ് കാണുക? നമ്പർ ഓഫ് ജീനോടൈപ്പ് ഈസ് ഈക്വൽ ടു 3:n. ഡൈഹൈബ്രിഡ് ക്രോസ് അല്ലേ? അപ്പോൾ 2 ഹെട്രോസൈഗസ് കണ്ടീഷൻ വരും. അപ്പോൾ എത്ര വരും? 3:2 9 എണ്ണം ഉണ്ടാവും. സോ ക്വസ്റ്റ്യൻ നമ്പർ 16 9 നമ്മൾ പഠിച്ചാടാ. 9:3:3:1 4 എണ്ണം. അതുപോലെ 1 2 1 2 4 2 1 2 1 9 എണ്ണം. അത് കണ്ടുപിടിക്കുന്ന എളുപ്പ വഴി 3:n എന്ന ഇക്വേഷനാണ്. ക്വസ്റ്റ്യൻ നമ്പർ 17. മെൻഡൽസ് റിസൾട്ട്സ് ഇൻ ഇൻഹെറിറ്റൻസ് ഓഫ് ക്യാരക്ടേഴ്സ് വർ റീഡിസ്കവേർഡ് ബൈ. ആരൊക്കെയാണ് മെൻഡലിൻ്റെ ഇൻഹെറിറ്റൻസിൻ്റെ ആ ഒരു മെൻഡൽ ലോ റീഡിസ്കവർ ചെയ്തത്? ആരൊക്കെയാണ്? ഹ്യൂഗോ ഡിവ്രീസ്, കോറൻസ്, വോൺ ഷെർമാർക്ക്. ദാറ്റ് മീൻസ് ഓൾ ഓഫ് ദീസ് അല്ലേ? 1900 ശേഷമാണ് ഇവർ 3 പേരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മെൻഡേലിയൻ ലോ ശരിയാണെന്ന് ഒരിക്കൽ കൂടെ തെളിയിച്ച ആൾക്കാർ. ദെൻ the chromosome as well as gene occur in pairs and the 2 alleles of the gene pairs are located on homologous chromosome. Chromosome and the gene occur in pairs and they are located in homologous chromosome എന്നുള്ളതാണ്. same set of chromosome. Okay, question number 19. Who proposed chromosome theory of inheritance? ആരാണ് ക്രോമസോം തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് പ്രപ്പോസ് ചെയ്തത്? നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ക്രോമസോം തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് വാസ് പ്രപ്പോസ്ഡ് ബൈ വാൾട്ടർ സട്ടൻ ആൻഡ് തിയോഡർ ബോവറി അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 20. മോർഗാൻസ് എക്സ്പെരിമെൻ്റൽ ഓർഗാനിസം വാസ്. മോർഗാൻ്റെ TH മോർഗാൻ. ആരാണ് TH മോർഗാൻ? ക്രോമസോം തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്ത ആളാണ് തോമസ് ഹണ്ട് മോർഗാൻ. TH മോർഗാൻ. അയാളുടെ എക്സ്പെരിമെൻ്റൽ മെറ്റീരിയൽ എന്തായിരുന്നു? ഡ്രോസോഫില മെലനോഗാസ്റ്റർ ആയിരുന്നു അല്ലേ? ഫ്രൂട്ട് ഫ്ലൈ ഡ്രോസോഫില മെലനോഗാസ്റ്റർ ആയിരുന്നു അയാളുടെ എക്സ്പെരിമെൻ്റൽ മെറ്റീരിയൽ. ഈ ഫിഗർ എന്തിനാണ് കാണിക്കുന്നത്? കൃത്യമായി നിങ്ങളെ ടെസ്റ്റിൽ കാണുന്ന കളർഫുള്ളായിട്ടുള്ള ഒരു ഒരു ഡയഗ്രമാണിത്. ഈ ഡയഗ്രം എന്തിനെയാണ് കാണിക്കുന്നത്? ഈ ഡയഗ്രത്തിൽ കേസ് 1 കേസ് 2 എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ക്രോസ് 1 ക്രോസ് 2 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ചാൻസസ് പ്രോബബിലിറ്റി 1 2 എന്ന് പറഞ്ഞ് കൃത്യമായി കൊടുക്കുന്നത് എന്തിനെ പറ്റിയിട്ടാണ്? ഇൻഡിപെൻഡൻ്റ് അസോർട്ട്മെൻ്റ് ആണ്. കാരണം എപ്പോഴും മോണോ ഹൈബ്രിഡ് ക്രോസിൽ എപ്പോഴും പാരൻറ്റിൻ്റെ ക്യാരക്ടർ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കറിയാം ടോളിനെ ഡ്വാർഫ് ചെയ്ത് ക്രോസ് ചെയ്താൽ നമ്മൾ F2 കിട്ടുക,
ടോള് 3 എണ്ണവും ഡ്വാർഫ് 1 വെറും പാരൻ്റൽ ക്യാരക്ടറേ ഉള്ളൂ. പക്ഷേ ഡൈഹൈബ്രിഡ് ക്രോസിൽ നിങ്ങൾക്ക് കിട്ടിയ 9-3-3-1 9ഉം 1ഉം മാത്രമാണ് പാരൻ്റ്, ബാക്കി നടുക്കുള്ള 3-3 നോൺ പാരൻ്റ് ആണ്. എന്തുകൊണ്ട് നോൺ പാരൻ്റൽ ക്യാരക്ടർ വന്നു? അത് നമ്മൾ പറയുന്നത് റീകോമ്പിനേഷൻ വഴിയാണ്, ക്രോസിംഗ് ഓവർ വഴിയാണ് എന്ന് പറഞ്ഞു അല്ലേ. ഈ ക്രോസിംഗ് ഓവർ റീകോമ്പിനേഷൻ നടക്കുന്നത് വ്യത്യസ്തമായ പ്രോബബിലിറ്റി ചാൻസ് വഴിയാണെന്ന് കാണിക്കുന്ന ഒരു ഡയഗ്രമാണ് ഇത്. അതുകൊണ്ട് ഇൻഡിപെൻഡൻ്റ് അസോർട്ട്മെൻറ്റ് എന്നുള്ളതാണ്, അതായത് ലോ ഓഫ് ഇൻഡിപെൻഡൻ്റ് അസോർട്ട്മെൻറ്റ് താഴെയാണ് അത് കൊടുത്തിരിക്കുന്നത്. Question number 22. In Morgan's experiment, white and yellow gene were linked tightly, while white and miniature wing were loosely linked. The percentage composition, percentage recombination shown by these genes are. നിങ്ങൾ കൃത്യമായിട്ട് ഇത് നിങ്ങൾക്ക് അറിയുന്ന ഒരു ടോപ്പിക്കാണത് അല്ലേ. നമുക്ക് ഈ ചിത്രം കൃത്യമായിട്ട് അറിയാം. മോർഗാൻ്റെ എക്സ്പെരിമെൻറ്റിൽ വൈറ്റ് യെല്ലോ, നിങ്ങൾ പേജ് നമ്പർ 84 പേജ് എടുത്താൽ പേജ് നമ്പർ 84 നിങ്ങൾക്ക് ആ ഒരു ഡയഗ്രാം കാണാം, ഒരു ചാർട്ട് കാണാം. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എന്താണ്, വൈറ്റ് ആൻഡ് യെല്ലോ ജീൻസ് ആർ ലിങ്ക്ഡ് ടൈറ്റ്ലി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ടൈറ്റ്ലി ലിങ്ക്ഡ് ജീനാണെങ്കിൽ പാരൻ്റൽ ക്യാരക്ടേഴ്സ് കൂടുതലായിരിക്കണമല്ലോ. പിന്നെ ബാക്കിയുള്ളതോ വൈറ്റ് ആൻഡ് മിനിയേച്ചർ വിങ്ഡ് ആണെങ്കിൽ അത് ലൂസ്ലി ലിങ്ക്ഡ് ആണ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അതിന് റീകോമ്പിനേഷൻ കൂടുതലാണ് അല്ലെങ്കിൽ ലിങ്കേജ് കുറവാണ്. ആ പേഴ്സൻറ്റേജ് എത്രയാണ് എന്നാണ് നമ്മളെ ചോദ്യം അല്ലേ. അത് നിങ്ങൾക്കറിയാം. ആദ്യത്തെ കേസിൽ പേഴ്സൻറ്റേജ് ഓഫ് റീകോമ്പിനേഷൻ ആണ് കേട്ടോ, ലിങ്കേജ് അല്ല ചോദിച്ചത്. അപ്പം അത് ആദ്യത്തെ കേസിൽ 1.3%, രണ്ടാമത്തെ കേസിൽ 37.2% എന്ന് കൃത്യമായിട്ട് ആ പേജ് നമ്പർ 84 കൊടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? ആദ്യത്തേൽ പാരൻ്റൽ ക്യാരക്ടർ വളരെ കൂടുതലാണ്, രണ്ടാമത്തേൽ പാരൻ്റൽ ക്യാരക്ടർ കുറവാണ് എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി കുറവാണ് എന്നുള്ളതാണ്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 23. In a test cross involving F1 hybrid flies, more parental types of offspring produced than recombinant type. This indicate that നമുക്കൊരു ടെസ്റ്റ് ക്രോസിൽ F1 ഹൈബ്രിഡ് ഫ്ലൈസ് മോർ പാരൻ്റൽ ടൈപ്പാണ്, കൂടുതൽ കാണുന്നത് പാരൻ്റൽ ടൈപ്പിനെയാണ് ദാൻ റീകോമ്പിനൻറ്റിനേക്കാൾ കൂടുതൽ കാണുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? പാരൻ്റൽ ക്യാരക്ടേഴ്സ് കൂടുതലും റീകോമ്പിനൻ്റ് അഥവാ നോൺ പാരൻ്റൽ ക്യാരക്ടേഴ്സ് കുറവുമാണ് എന്ന് പറയാൻ കാരണം എന്തായിരിക്കും? ദ 2 ജീൻസ് ആർ ലിങ്ക്ഡ് ആൻഡ് പ്രസൻറ്റ് ഓൺ ദ സെയിം ക്രോമസോം അല്ലേ. ഒരേ ക്രോമസോമിൽ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ജീനുകൾ ആയതുകൊണ്ടാണല്ലോ അവർക്ക് ലിങ്കേജ് കൂടുതൽ, റീകോമ്പിനേഷൻ കുറവ്. അതുകൊണ്ടാണല്ലോ അവർക്ക് പാരൻ്റൽ ക്യാരക്ടർ കൂടുതലും നോൺ പാരൻ്റൽ ക്യാരക്ടർ കുറവും വരാൻ കാരണം. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 24. നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഇത്ര കോംപ്ലിക്കേറ്റഡുള്ള ക്വസ്റ്റ്യൻ എടുത്തതെന്ന്. നമ്മൾ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ എടുക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് ഒന്നും വിചാരിക്കരുത്, വളരെ എളുപ്പമുള്ളൊരു 10-25 ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് 25 ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. മാപ്പ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താടാ? മാപ്പ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അത് നമ്മൾ പഠിക്കണം. എ യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ക്രോമസോം റെപ്രസെൻറ്റിങ് 1% ഓഫ് ക്രോസിംഗ് ഓവർ ആണ്, 1% ഓഫ് ലിങ്കേജ് അല്ല, 1% ഓഫ് ക്രോസിംഗ് ഓവർ. മാപ്പ് യൂണിറ്റ് സെൻറ്റി മോർഗാൻ സ്റ്റഡ്വൻ്റ് ആണ് ഈ ക്രോമസോം മാപ്പിംഗ് കണ്ടുപിടിച്ചത്. അപ്പോൾ അതിൽ അവർ 1% ക്രോസിംഗ് ഓവറിനെയാണ്, റീകോമ്പിനേഷനെയാണ് ഉപയോഗിച്ചത്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 25. ജീൻസ് A-B-C ആർ ലിങ്ക്ഡ്. എയും ബിയും സിയും കൂടെ ലിങ്കാണ്. അതിൽ A and B ആർ മോർ ക്ലോസ് ദാൻ A and C എന്ന് പറയുമ്പോൾ അർത്ഥം എന്താ? A and B ആർ മോർ ക്ലോസ് ദാൻ A and C എന്ന് പറയുമ്പോൾ A മൈറ്റ് ബി ബിഫോർ B and C എന്നുള്ളത് ശരിയല്ലേ? നോക്കൂ, എയും ബിയും അടുത്താണ് A C-യേക്കാൾ കൂടുതൽ എന്ന് പറയുമ്പോൾ ഓർഡർ A-B-C എന്നാണ്. പിന്നെ A മൈറ്റ് ബി ബിഫോർ B and C ശരിയല്ലേ? ബിക്കും സിക്കും മുമ്പെയാണ് A. B മൈറ്റ് ബി ബിറ്റ്വീൻ A and C, അതും ശരിയല്ലേ? അപ്പോൾ ഇത്രയും നമുക്കതിനകത്ത്
ഈ ഒരു കാര്യം പറയാൻ പറ്റുള്ളൂ. 1ഉം 2ഉം ശരിയാണ് ഇതിനകത്ത് അല്ലേ? സി മൈറ്റ് ബി ബിറ്റ്വീൻ എ ആൻഡ് ബി ആണോ? സി എന്നുള്ള എക്ക് ബിക്ക് ഇടയ്ക്കാണോ? അല്ല. അപ്പോൾ 1ഉം 2ഉമാണ് ഇതിന് ഉത്തരം വരിക. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 26. ഹ്യൂമൻ സ്കിൻ കളർ വിച്ച് ഇസ് എ പോളിജനിക് ട്രേറ്റ്, ഓൾ ഡോമിനൻ്റ് ആൻഡ് ഓൾ റിസസീവ് അലീൽ ഷോ. എല്ലാം ഡോമിനൻ്റ് ആണെങ്കിലോ നമ്മൾ പറയുന്ന ഇങ്ങനെ ABC അല്ലേ? അപ്പോൾ A B C എല്ലാം ഡോമിനൻ്റ് വന്നാൽ, അതുപോലെ എല്ലാം റിസസീവ് വന്നാൽ എന്താ വരിക? ഡാർക്കസ്റ്റ് ആൻഡ് ലൈറ്റസ്റ്റ് സ്കിൻ കളർ റെസ്പെക്റ്റീവ്ലി. ഇത് നീഗ്രോ ബ്ലാക്ക് ആണ്, ഇത് വൈറ്റ് പീപ്പിൾ ആണ്. നമ്മളെ കളർ എന്താ? നമ്മൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, അതായത് മുലാറ്റോ എന്ന് പറയും, ഇൻ്റർമീഡിയറ്റ് ആണ് നമ്മുടേത്. ഓക്കെ. സോ ക്വസ്റ്റ്യൻ നമ്പർ 27. എ പ്ലിയോട്രോപ്പിക് ജീൻ. എന്താണ് പ്ലിയോട്രോപ്പി? പോളിജനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു ജീൻ, ഒരു ക്യാരക്ടറിനെ ഒന്നിൽ കൂടുതൽ ജീനുകൾ കൺട്രോൾ ചെയ്യുക. പോളിജീൻ. മെനി ജീൻ കൺട്രോൾ വൺ ക്യാരക്ടർ. മെനി ജീൻ കൺട്രോൾ വൺ ക്യാരക്ടർ. അതാണ് പോളിജനിക് എന്ന് പറയുക. അതിന് ഉദാഹരണമാണ് ഹ്യൂമൻ സ്കിൻ കളർ ആൻഡ് ഹ്യൂമൻ ഹൈറ്റ്. അതേ സമയത്ത് ഒരു ജീൻ കുറേ ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുമ്പോൾ അതാണ് പ്ലിയോട്രോപ്പിക് ജീൻ. ഇപ്പം മാറിപ്പോവരുത്. കുറേ ജീനുകൾ ഒരു ക്യാരക്ടർ, മെനി ജീൻ. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, അതായത് ജീൻ കുറേ ജീനുകൾ ഒരു ക്യാരക്ടർ, അതാണ് പോളിജനിക്. എന്നാൽ ഒരു ജീൻ കുറേ ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുക, ദാറ്റ് ഈസ് കോൾഡ് പ്ലിയോട്രോപ്പി. മനസ്സിലായില്ലേ? കുറേ ജീനുകൾ ഒന്നിനെ കൺട്രോൾ ചെയ്യുന്നത് പോളിജീനാണ്. അതേ സമയത്ത് ഒരു ജീൻ കുറേ ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നതിനെയാണ് പ്ലിയോട്രോപ്പി. അപ്പം നമുക്ക് പറയാം ഈസ് നോട്ട് ഫൗണ്ട് ഇൻ ഹ്യൂമൻ എന്നുള്ളത് തെറ്റല്ലേ? തെറ്റാണ്. എ സിംഗിൾ ജീൻ എക്സിബിറ്റ് മൾട്ടിപ്പിൾ ഫീനോടൈപ്പിക് എക്സ്പ്രഷൻ ശരിയല്ലേ? ഷോ എഫക്റ്റ് ഓൺ മെറ്റബോളിക് പാത്വേ ശരിയല്ലേ? അപ്പോൾ ബോത്ത് B ആൻഡ് C എന്നുള്ള ഉത്തരം വരും. ഒരു ജീൻ ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നതാണ് പോളിജനിക് എന്ന് പറയാം. ചൂസ് ദ ഇൻകറക്റ്റ് പെയർ വിത്ത് റെസ്പെക്ട് ടു സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ഡിഫറെൻറ്റ് ഓർഗാനിസം. പറയാമോ? ചൂസ് ദ ഇൻകറക്റ്റ് പെയർ. ഗ്രാസ് ഹോപ്പറിൽ എക്സോ ടൈപ്പ് ശരിയാണ്, ബേർഡിൽ ZW ടൈപ്പ് ശരിയാണ്, ഡ്രോസോഫില ഇത് തെറ്റാണ്, ഹ്യൂമനിലും ഡ്രോസോഫിലും സെയിം ആണ്, അതുകൊണ്ട് ഇത് തെറ്റാണ്. ഓക്കെ. ദ അൺഫെർട്ടിലൈസ്ഡ് എഗ് ഇൻ ഹണി ബി ഡെവലപ്പ് ഇൻ ടു. അറിയാം നമുക്ക്, ഫെർട്ടിലൈസ്ഡ് എഗ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് എന്താവുന്നു? ഹണി ബി ആരായിട്ട് മാറും? ഫീമെയിലായിട്ട് മാറും. കാരണം 32 ക്രോമസോമുള്ള ഡിപ്ലോയിഡാണ് ഫീമെയിൽ. അതുകൊണ്ട് ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. പക്ഷേ ഫെർട്ടിലൈസേഷൻ നടക്കാതെ അൺഫെർട്ടിലൈസ്ഡ് എഗ് പാർത്തനോജനസിസ് വഴി ഉണ്ടാവുന്നതാണ് മെയിൽ. അപ്പോൾ അൺഫെർട്ടിലൈസ്ഡ് എഗ് ഇൻ ഹണി ബി ഡെവലപ്പ് ഇൻ ടു മെയിൽ. സിക്കിൾ സെൽ അനീമിയ ആസ് എ ക്ലാസിക്കൽ എക്സാമ്പിൾ ഓഫ്. സിക്കിൾ സെൽ അനീമിയ എന്തിനു ഉദാഹരണമാണ്? ഇസ് എ ക്ലാസിക്കൽ എക്സാമ്പിൾ ഓഫ് എന്താ വരിക? പോയിന്റ് മ്യൂട്ടേഷൻ. കാരണം നമുക്ക് ഒരൊറ്റ വാലിൻ, അതുപോലെ തന്നെ ഗ്ലൂട്ടാമിക് ആസിഡ്, ഈ വാലിനും ഗ്ലൂട്ടാമിക് ആസിഡിലും ഒരൊറ്റ പോയിന്റ്, ഒരു നൈട്രജൻ ബേസിൽ മാത്രമാണ് എന്തുള്ളത്? വ്യത്യാസമുള്ളത്. അപ്പോൾ അതുകൊണ്ടത് പോയിന്റ് മ്യൂട്ടേഷനാണ്. ഒന്നിൽ കൂടുതൽ നൈട്രജൻ ബേസ് വരുമ്പോഴാണ് നമ്മളതിനെ ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം, ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ അറൈസസ് ഡ്യൂ ടു. എന്തുകൊണ്ടാണ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ സംഭവിക്കുന്നത്? ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ അറൈസസ് ഡ്യൂ ടു ഡിലേഷൻ ഓഫ് ബേസ് പെയർ ഓഫ് DNA, ഇൻസെർഷൻ ഓഫ് ബേസ് പെയർ ഓഫ് DNA ആൻഡ് ബോത്ത് A ആൻഡ് B. സിംഗിൾ ബേസ് പെയർ അല്ലല്ലോ, അത് എന്താ? അത് പോയിന്റ് മ്യൂട്ടേഷൻ ആണ്. അപ്പോൾ ഏത് വരും? രണ്ടും വരും. ഒന്നിൽ കൂടുതൽ ബേസ് പെയർസ് എന്ത് ചെയ്യുക? റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ ആഡ് ചെയ്യുക. അതിനെയാണ് നമ്മൾ ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത്, അനാലിസിസ് ഓഫ് എ ട്രേറ്റ് ഓഫ് സെവറൽ ജനറേഷൻ ഓഫ് ദ ഫാമിലി ഇൻ ദ ഫോം ഓഫ് എ ഡയഗ്രാം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മളൊരു ഡയഗ്രാം രൂപത്തിൽ എന്ത് ചെയ്യുക? ഫാമിലി ഹിസ്റ്ററി പഠിക്കുന്നതിനെ, ഈ ജനറ്റിക് ഡിസോർഡർ കണ്ടുപിടിക്കുന്നതിനെ നമ്മൾ പെഡിഗ്രി അനാലിസിസ് എന്നല്ലേ പറയുക?
യെസ്. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് ചോയ്സ് ഫോർ എ ഗിവൺ സിമ്പിൾ എ ടു ബി. ഈ എയും ബി എന്താ നിങ്ങൾക്ക് അറിയാം. എന്താണ് എ? എ എന്ന് പറഞ്ഞാൽ സാധാരണ മേറ്റിംഗ് ആണ്. ബി എന്ന് പറഞ്ഞാൽ മേറ്റിംഗ് ബിറ്റ്വീൻ റിലേറ്റീവ് ആണ്, കോൺസാങ്ക്യൂനിയസ് മേറ്റിംഗ് ആണ്. അപ്പോൾ എന്ത് വരാം? ആദ്യത്തത് ബി എന്ന് പറഞ്ഞാൽ ശരിയല്ലടാ. എ എന്ന് പറഞ്ഞാൽ മേറ്റിംഗ് ആണ്, ബി എന്ന് പറഞ്ഞാൽ മേറ്റിംഗ് ബിറ്റ്വീൻ റിലേറ്റീവ് ആണ്. അത് തന്നെയല്ലേ സിയും? കോൺസാങ്ക്യൂനിയസ് മേറ്റിംഗ് എന്ന് പറയുന്നത് അത് തന്നെയല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ഉത്തരം കൊടുക്കാം? ഡി എന്ന ഉത്തരം കൊടുക്കാം. എയും ബിയും കൊടുക്കണ്ട, ഡി ആണ് ബോത്ത് ബി ആൻഡ് സി. ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് ഇൻ ദ ഡയഗ്രാം. ഈ ഡയഗ്രത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്ത് കാണുന്നറിയോ? ഇവിടെ എന്തുണ്ട്? രോഗമുണ്ട്. ഇവിടെ ഉണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഇതാ ഇവിടെയുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ എന്തല്ല? എക്സ് ലിങ്ക്ഡ് അല്ല, വൈ ലിങ്ക്ഡും അല്ലല്ലോ. വൈ ലിങ്ക്ഡ് ഇപ്പോൾ സാധാരണ പുരുഷനിൽ നിന്ന് പുരുഷനിലേക്ക് മാത്രം വരുന്നതിനെയാണ് വൈ ലിങ്ക്ഡ് എന്ന് പറയുക നമ്മൾ. പുരുഷനിൽ നിന്ന് പുരുഷനിലേക്ക് വരിക, അച്ഛനിൽ നിന്ന് മകനിലേക്ക് വരിക. ഈ ഹോളാൻഡ്രിക് ക്യാരക്ടേഴ്സ് ഉണ്ട്, കഷണ്ടി, അതുപോലെ ചെവിയുടെ മേലെ ഉണ്ടാകുന്ന ഹെയർസ്, ഇതൊക്കെ വൈർ ലിങ്ക്ഡ് ആണ്. അത് ഫാദറിന് മകനിലേക്ക്, അവരുടെ മകനിലേക്കേ വരുള്ളൂ. സാധാരണ എക്സ് ലിങ്ക്ഡ് ആണെങ്കിൽ ഫാദറിൽ നിന്ന് മകളിലേക്ക്, മകളിൽ നിന്ന് മകനിലേക്കാണ് വരിക. അപ്പോൾ ഇതേത് ക്യാരക്ടേഴ്സാണ് വരിക? സൈറ്റോപ്ലാസ്മിക് ഓർ മൈറ്റോകോൺഡ്രിയൽ ഇൻഹെറിറ്റൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 35. കളർ ബ്ലൈൻഡ്നെസ് ഇൻ ഹ്യൂമൻ. എന്താണ് മനുഷ്യനിൽ കളർ ബ്ലൈൻഡ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കളർ ബ്ലൈൻഡ്നെസ് ഇൻ ഹ്യൂമൻ എന്താ വരിക? ഇറ്റ് ഈസ് റിസൾട്ട്സ് ഓഫ് ദ ഡിഫക്റ്റ് ഓഫ് എയ്തർ റെഡ് ഓർ ഗ്രീൻ. നമുക്കറിയില്ലേ, റെഡ് ഗ്രീൻ കളർ ബ്ലൈൻഡ്നെസ് ആണ് പറയുക. കോസ്ഡ് ഡ്യൂ ടു ദ മ്യൂട്ടേഷൻ ഓഫ് ജീൻ ഫൗണ്ട് ഇൻ എക്സ് ക്രോമസോം ബിക്കോസ് ഇറ്റ് ഈസ് സെക്സ് ലിങ്ക്ഡ്. ഇത് സെക്സ് ലിങ്ക്ഡ് അല്ലേ? കളർ ബ്ലൈൻഡ്നെസ് സെക്സ് ലിങ്ക്ഡ് ആണ്, അതുകൊണ്ട് അതും ശരിയാണ്. എഫക്റ്റ് മെയിൽ മോർ ഫ്രീക്വൻ്റ്ലി ദാൻ ഫീമെയിൽ. കളർ ബ്ലൈൻഡ്നെസ് ഫീമെയിൽ ഉണ്ടാവണമെങ്കിൽ അച്ഛൻ എന്താവണം? അച്ഛൻ കളർ ബ്ലൈൻഡുമാവണം, അമ്മ അറ്റ്ലീസ്റ്റ് ഒരു കാരിയറുമാവണം. എങ്കിൽ മാത്രമേ ആർക്കുണ്ടാവുള്ളൂ? ഫീമെയിൽ. അപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് ഇത് ക്രിസ് ക്രോസ് ഇൻഹെറിറ്റൻസ് അല്ലേ? മദർ ടു സൺ ആണ് കൂടുതൽ. അപ്പോൾ ഓൾ ഓഫ് ദ എബവ്. ക്വസ്റ്റ്യൻ നമ്പർ 36. A woman have an X-linked condition in one of their X chromosome. This chromosome can be inherited by. ഇത് ചോദ്യം ഒരു ട്രിക്കി ക്വസ്റ്റ്യനാണ്. എ വുമൺ ഹാസ് എൻ എക്സ്-ലിങ്ക്ഡ് കണ്ടീഷൻ ഓൺ വൺ ഓഫ് എർ എക്സ് ക്രോമസോം. അതായത് ഒരു വുമണ് എക്സ്-ലിങ്ക്ഡ് കണ്ടീഷൻ വൺ ഓഫ് എർ എക്സ് ക്രോമസോമിലുണ്ട്. ദിസ് ക്രോമസോം ക്യാൻ ബി ഇൻഹെറിറ്റഡ് ബൈ. ഇൻഹെറിറ്റഡ് ആരാണോ ചോദ്യം. ഇതിൽ നമുക്ക് എന്ത് പറയാം? ഓൺലി ഗ്രാൻഡ് ചിൽഡ്രൻ ആണോ? അല്ല, ഓൺലി സൺ എന്ന് പറയുന്നതാണ് നമുക്ക് വരിക. പക്ഷേ സണ്ണിലും വരാം, അത് ഡോട്ടറിലും വരാം. ബോത്ത് ബി ആൻഡ് സി ആണ്. കാരണം ഇവിടെ ഡോട്ടറിൽ വരണോ സണ്ണിൽ വരണോ? സണ്ണിൽ വരണം എന്നുള്ളത് ഓക്കെയാണ്, പക്ഷെ ഡോട്ടറിൽ വരണോ എന്നുള്ളത് ആര് ഡിപ്പെൻഡ് ചെയ്യും? ഈ സ്ത്രീ അല്ല ഡിപ്പെൻഡ് ചെയ്യണത്, ഇയാളുടെ ഹസ്ബൻഡ് ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ അമ്മയ്ക്ക് രോഗമുണ്ടെങ്കിൽ അത് മകന് വരാം, കാരണം അത് സെക്സ് ലിങ്ക്ഡ് ആണ്. പക്ഷേ മകൾക്കുണ്ടാവണമെങ്കിൽ അമ്മ കാരിയറും ആവണം, അച്ഛൻ ആരുമാവണം? ഡിസീസ്ഡുമാവണം. അപ്പോൾ ആർക്ക് വരാം? മകനും വരാം, മകൾക്കും വരാം. സ്റ്റാർ മാർക്ക് കണ്ടീഷൻ അതിൽ ഫാദറിനെ ഡിപ്പെൻഡ് ചെയ്യും, ആ മകൾക്ക് വരുമോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ബോത്ത് വരും കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 37. എ നോർമൽ വിഷൻഡ് man whose father was color blind. A normal visioned man. സാധാരണ വിഷൻ, നോർമൽ വിഷൻ ഉള്ള ഒരാൾ, അയാളുടെ ഫാദർ കളർ ബ്ലൈൻഡ് ആണ്. ആർക്ക് ഒരു പ്രശ്നവുമില്ല. മാരീസ് എ വുമൺ ഹൂസ് ഫാദർ വാസ് ഓൾസോ കളർ. അത് പ്രശ്നമാണ്. അതായത് ഒരാൾ, ഇതാ നമുക്ക് നോക്കാം, ഇയാൾ നോർമൽ വിഷനാണ്, പക്ഷെ അയാളുടെ ഫാദർ എന്തായിരുന്നു? കളർ ബ്ലൈൻഡഡ് ആയിരുന്നു. അത് പ്രശ്നമില്ല. ഇയാൾ എന്ത് ചെയ്യുന്നു? മാരി ചെയ്യുന്നത് ആരെയാ? വാസ് ഓൾസോ ദേ ആർ ഫസ്റ്റ് മാരീസ് എ വുമൺ ഹൂസ്. അപ്പോൾ ഇതൊരു ലേഡി, അവരുടെ ഫാദർ എന്തായിരുന്നു? കളർ ബ്ലൈൻഡഡ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇവർ കാരിയർ ആയിരിക്കും അല്ലേ? ഇനി ചോദ്യം എന്താണെന്നറിയോ? ഇതിൽ ഫസ്റ്റ് ചൈൽഡ് ഒരു ഡോട്ടറാണ്. അപ്പോൾ നോർമൽ ഫാദറും കളർ
കാരിയർ ആയിരിക്കുന്ന മദറും ആകുമ്പോൾ ഒരിക്കലും അവരുടെ മകൾക്ക് എന്തുണ്ടാവില്ല, കളർ ബ്ലൈൻഡ് ഉണ്ടാവില്ല. അപ്പോൾ 0% ആയിരിക്കും. പക്ഷെ മകനുണ്ടാവും കേട്ടോ. മകൾക്കുണ്ടാവണമെങ്കിൽ ഫാദറും കൂടെ കളർ ബ്ലൈൻഡ് ആയിരിക്കണം. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 38. എ നോർമൽ വുമൻ ഹൂസ് ഫാദർ വാസ് കളർ ബ്ലൈൻഡ് മാരീസ് എ നോർമൽ മാൻ. ഒരു നോർമൽ വുമനാണ്, അവരുടെ ഫാദർ കളർ ബ്ലൈൻഡ് ആണ്, അല്ലെ, ഹൂസ് ഫാദർ വാസ് കളർ ബ്ലൈൻഡ് മാരീസ് എ നോർമൽ മാൻ. വാട്ട് കൈൻഡ് ഓഫ് ചിൽഡ്രൻ ക്യാൻ ബി എക്സ്പെക്റ്റഡ് എന്നാണ് ചോദ്യം. ഇത് നേരത്തെ പോലെ അതേ ചോദ്യമാണ്. നോർമൽ ഫാദർ, നോർമൽ മദർ, പക്ഷേ ഇവരുടെ ഫാദർ ആരായിരുന്നു? കളർ ബ്ലൈൻഡഡ് ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം വെച്ചാൽ ഇവർ കാരിയറാണ്, അല്ലേ? ഈ കാരിയർ ആവുമ്പോൾ എന്താ ഉണ്ടാവുക ഒന്ന് ആലോചിച്ച് നോക്ക്. ഉണ്ടാവുന്ന കുട്ടികൾ എങ്ങനെയായിരിക്കും? SC-X ഉണ്ടാവും, പിന്നെ നോർമൽ ഉണ്ടാവും, പിന്നെ ആരാ ഉണ്ടാവുക? XC-Y ഉണ്ടാവും, നോർമൽ XY ഉണ്ടാവും. അപ്പോൾ 20 ഇത് കണ്ടില്ലേ, ഒരു കുട്ടി എന്താ കാരിയറാണ്, ഒരു നോർമൽ ഫീമെയിൽ, ഒരു ഡിസീസ്ഡ് മെയിൽ, ഒരു നോർമൽ മെയിൽ. അപ്പോൾ നമ്മൾ ചോദ്യത്തിൽ എന്തു വരും? ഓൾ ഡോട്ടേഴ്സ് ആർ നോർമൽ എന്നുള്ളത് ശരിയല്ലേ? ഇത് ശരിയാട്ടോ. ഓൾ ഡോട്ടേഴ്സ് ആർ നോർമൽ, കാരണം രണ്ടുപേർക്കും രോഗമില്ല. നോർമൽ മീൻസ് കാരിയർ ആണെങ്കിൽ അവർ രോഗം കാണിക്കുന്നില്ല. പക്ഷേ രണ്ടാമത്തത് 50% സൺ വർ കളർ ബ്ലൈൻഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ശരി ഉത്തരം പറയാൻ പറ്റുമോ? നമ്മളിവിടെ നോക്കുമ്പോൾ 25 ഉള്ളൂ. പക്ഷേ ഇതാണ് നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം. ഇത് ശ്രദ്ധിക്കണം. ഇവിടെ 2 ആൺകുട്ടികളാണ് ഉള്ളത്. ആൺകുട്ടികൾ മാത്രം എടുക്കുമ്പോൾ 2 ആൺകുട്ടിയേ ഉള്ളൂ. ആ 2 ആൺകുട്ടികളിൽ ഒന്നെന്ന് പറയുന്നത് 50% ആണ്. എടാ, ടോട്ടൽ 4 എണ്ണം മക്കൾ എടുക്കുമ്പോൾ 25% കളർ ബ്ലൈൻഡ് ഉള്ളൂ. പക്ഷെ ആൺകുട്ടി മാത്രം എടുക്കുമ്പോൾ അത് 2 ആൺകുട്ടിയാകുമ്പോൾ അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 50%. അതുകൊണ്ട് ഇത് ശരിയായിട്ട് വരും കേട്ടോ. നിങ്ങൾ ആ 50% എന്നുള്ള 2 ആൺകുട്ടി എന്ന അർത്ഥത്തിൽ എടുക്കരുത്. നമുക്കിവിടെ ടോട്ടൽ കുട്ടികളാണെങ്കിൽ 4 എണ്ണം, അതിൽ 25% ആണ് കളർ ബ്ലൈൻഡ് മെയിൽ. പക്ഷേ ആൺകുട്ടീനെ മാത്രം നമ്മൾ എടുക്കുമ്പോൾ 2 ആൺകുട്ടിയേ ഉള്ളൂ. അതിൽ ഒന്നെന്ന് പറയുമ്പോൾ 50% കളർ ബ്ലൈൻഡ് ആണ് എന്ന് പറയണം. ഇൻ ഹീമോഫീലിയ the affected protein is a part of the cascade of protein which is involved in the. എന്തിനാണ് നമ്മൾ ഈ കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ് അല്ലടാ, നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ, അല്ലേ? ഹീമോഫീലിയയിൽ കൊയാഗുലേഷൻ ഓഫ് ബ്ലഡിനല്ലേ എഫക്റ്റ്, അതുകൊണ്ടല്ലേ ബ്ലീഡിങ് ഉണ്ടാവുന്നത്. ഇൻ സിക്കിൾ സെൽ അനീമിയ, സിക്കിൾ സെൽ അനീമിയയിൽ എന്തൊക്കെയാണ് വരിക? ബോത്ത് ദ പാരൻസ് ആർ ഹെട്രോസൈഗസ് കാരിയേഴ്സ് ബട്ട് ആർ അൺഎഫക്റ്റഡ്. അതായത് അറ്റ്ലീസ്റ്റ് അവർ എന്തായിരിക്കണം? HbA HbS, അല്ലേ? അടുത്ത ആളും HbA HbS കാരിയേഴ്സ് ആവാം. സിംഗിൾ പെയർ ഓഫ് അലീൽ കൺട്രോൾഡ് ഡിസീസ് കറക്റ്റാണ്. ഓൺലി HbS ക്യാൻ കോസ് ദ ഡിസീസ്, കാരണം ഇത് കാരിയറാണ്. നമ്മൾ 3 കണ്ടീഷൻ പഠിച്ചിരുന്നു. ഒന്ന് HbA നോർമൽ, HbA HbS ഡിസീസ്ഡ്, ഇത് കാരിയർ, ആൻഡ് HbS ഡിസീസ്. ഇതാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ശരിയാണ് ഓൾ ഓഫ് ദീസ്. ക്വസ്റ്റ്യൻ നമ്പർ 41. ഇൻ ഇൻഡിവിജ്വൽ സഫറിംഗ് ഫ്രം ഫിനൈൽ കീറ്റോൺ യൂറിയ. ഫിനൈൽ കീറ്റോൺ യൂറിയ എന്ന രോഗം നിങ്ങൾക്കറിയാം. എന്തിൻ്റെ കുറവുണ്ടാവുന്നതാണ്? ഫിനൈൽ അലനിൻ ഹൈഡ്രോക്സിലേസ് എന്ന എൻസൈം പ്രശ്നമാവുന്നതാണ്. ഫിനൈൽ അലനിൻ ഡു നോട്ട് കൺവേർട്ട് ഇൻ ടു ടൈറോസിൻ എന്നുള്ളത് ശരിയാണ്. ഫിനൈൽ പൈറുവിക് ആസിഡ് ഈസ് ഫോംഡ് ആൻഡ് അക്യുമുലേറ്റഡ് എന്നുള്ളത് ശരിയാണ്. സോ ഓൾ ഓഫ് ദീസ്. ക്വസ്റ്റ്യൻ നമ്പർ 42. തലാസീമിയ ഇൻ ഹ്യൂമൻ. തലാസീമിയ ഇൻ ഹ്യൂമൻ, ഹ്യൂമനിൽ തലാസീമിയ എന്താ? തലാസീമിയ ഇൻ ഹ്യൂമൻ ഈസ് എൻ ഓട്ടോസോമൽ ലിങ്ക്ഡ് റിസസീവ് ബ്ലഡ് ഡിസോർഡർ എന്നുള്ളത് ശരിയാണ്, അല്ലേ? രണ്ടാമത്തതോ can transmit from parent when both the parents are heterozygous. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 പേരും അറ്റ്ലീസ്റ്റ് ഹെട്രോസൈഗസ് ആണെങ്കിൽ മാത്രമേ സിക്കിൾ സെൽ അനീമിയയും തലാസീമിയയും ഉണ്ടാവുള്ളൂ. 2ഉം റിലേറ്റഡ് ആയ കണ്ടീഷനിലാണ് പ്രവർത്തിക്കുന്നത്. കോസ് ഡ്യൂ ടു ദ മ്യൂട്ടേഷൻ ഓർ ഡിലേഷൻ ഓഫ് വൺ ഓഫ് ദ ആൽഫ ഓർ ബീറ്റ ഗ്ലോബിൻ ചെയിൻ, അതായത് ഹീമോഗ്ലോബിൻ്റെ ആൽഫ ചെയിനിൻ്റെയോ ബീറ്റ ചെയിനിലോ ഉണ്ടാവുന്ന സിന്തസിസിൻ്റെ പ്രശ്നമാണ് തലാസീമിയ. അതൊരു ക്വാണ്ടിറ്റേറ്റീവ് പ്രോബ്ലമാണ്. എന്നാൽ സിക്കിൾ സെൽ അനീമിയ ഒരു ക്വാളിറ്റേറ്റീവ് പ്രോബ്ലമാണ്. ബീറ്റ ചെയിൻ ഉണ്ടാവുന്ന ക്വാളിറ്റിയിലാണ് വ്യത്യാസം, മറ്റേത് എണ്ണത്തിലാണ് വ്യത്യാസം. സോ ഓൾ ഓഫ് ദിസ്.
Question number 43. Alpha thalassemia is controlled by കൃത്യമായി NCERT ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് HbA1 HbA2 of the chromosome 16. Question number 44. Failure of segregation of chromatid during cell division cycle results in the gain or loss of chromosome which lead to അതായത് ഒന്നോ രണ്ടോ ക്രോമസോമുകൾ ആഡ് ചെയ്യപ്പെടുകയോ ഒന്നോ രണ്ടോ ക്രോമസോമുകൾ ഡിലേറ്റ് ചെയ്യപ്പെടുകയോ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ആ ഒരു അവസ്ഥയാണ് നമ്മൾ അനയോപ്ലോയിഡി എന്ന് പറയുന്നത്. നിങ്ങൾ പഠിച്ചിട്ടില്ലേ അനയോപ്ലോയിഡി വേരിയേഷൻ, അതായത് 2n പ്ലസ് ഓർ മൈനസ് എന്ത് വരും 1 അല്ലെങ്കിൽ 2n പ്ലസ് ഓർ മൈനസ് 2. ഈ അവസ്ഥയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? അനയോപ്ലോയിഡിയിൽ നമ്മൾ പഠിച്ച അനയോപ്ലോയിഡി വേരിയേഷൻ. ഓക്കെ. Question number 45. A disease caused by autosomal primary non-disjunction is Down syndrome. Down syndrome is very, very important. Okay. Then question number 46. Short statured body with a small round head, furrowed tongue partially opened. ഇത് കേൾക്കുമെന്ന് നിങ്ങൾക്കറിയാം. Palm is broad with character palm crease, slow physical size. ഏതിൻ്റെ ക്യാരക്ടേഴ്സാ? All these are the characters of Down syndrome. അല്ലേ? ട്രൈസോമി ഓഫ് ദ 21st ക്രോമസോം, ട്രൈസോമി ഓഫ് ദ 21st ക്രോമസോം എന്ന് കേട്ടാലും ഡൗൺ സിൻഡ്രോം എന്ന് എഴുതണം. അല്ലെങ്കിൽ ഓട്ടോസോമൽ ട്രൈസോമി എന്ന് കേട്ടാലും ഒക്കെ നമ്മൾ ഡൗൺ സിൻഡ്രോം എന്നാണ് എഴുതേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 47. ചൂസ് ദ കറക്റ്റ് പെയർ. ഗൈനക്കോമാസ്റ്റിയ ഡെവലപ്മെൻറ്റ് ഓഫ് എന്താ ബ്രസ്റ്റ് അല്ലേ? അത് ശരിയാണ്. ടർണർ സിൻഡ്രോം ലോസ് ഓഫ് എക്സ് ക്രോമസോം ഇൻ ഫീമെയിൽ ശരിയാണ്. പോളിപ്ലോയിഡി ഫൗണ്ട് ഇൻ പ്ലാന്റ് ശരിയാണ്. സോ ഓൾ ഓഫ് ദിസ്. ക്വസ്റ്റ്യൻ നമ്പർ 48. വാട്ട് ഈസ് ദ ജെനറ്റിക് ഡിസോർഡർ ഇൻ വിച്ച് ആൻ ഇൻഡിവിജ്വൽ ഹാസ് ഓവറോൾ മസ്കുലൈൻ? അവർ ഓവറോൾ മസ്കുലൈൻ ആണ്, ഗൈനക്കോമാസ്റ്റിയ ഉണ്ട്, സ്റ്റെറൈലാണ് എന്ന് കേട്ടാൽ നമുക്ക് ഉടനെ തന്നെ അറിയാം ഇറ്റ് ഈസ് ക്ലൈൻഫിൽട്ടർ സിൻഡ്രോം അല്ലേ? Then question number 49. In which genetic condition each cell in the affected person has 3 sex chromosome XXY 44A plus XXY? ആരുടെ കോമ്പിനേഷൻ ആണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ക്ലൈൻഫിൽട്ടർ സിൻഡ്രോം XXY 47 അല്ലേ? അത് ആരുടെ കോമ്പിനേഷൻ ആണ്? ക്ലൈൻഫിൽട്ടർ സിൻഡ്രോം. Then question number 50. Female suffering from Turner syndrome possess. Female suffering from Turner syndrome possess എന്തായിരിക്കും? റുഡിമെൻ്ററി ഓവറി ശരിയാണ് അല്ലേ? പിന്നെയോ? പിന്നെ അതേപോലെ തന്നെ എന്താ വരിക? ലാക്ക് ഓഫ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ ശരിയാണ്. ഇത് 44 പ്ലസ് XO അല്ലേ? ടോട്ടൽ 45 വരും. മനസ്സിലായില്ലേ? അപ്പോൾ ഓൾ ഓഫ് ദിസ് ആണ് വരിക. 44A പ്ലസ് X0 എന്നാണ് വരേണ്ടത്. ഓക്കെ. ഇനി നമുക്ക് എന്തിലേക്ക് വരാം? അസർഷൻ റീസണിലേക്ക് വരാം. ഇതിൽ രണ്ടും ശരിയാണ്, കറക്റ്റ് ആണെങ്കിൽ A കൊടുക്കണം. രണ്ടും ശരിയാണ്, കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ B കൊടുക്കണം. ഒന്ന് ശരിയാണ്, രണ്ട് തെറ്റാണ്, C കൊടുക്കണം. ആദ്യത്തെ തെറ്റാണ്, രണ്ടാമത്തെ ശരിയാണെങ്കിൽ D കൊടുക്കണം. അങ്ങനെയാണ്. നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ട്രൂ ബ്രീഡിംഗ് ലൈൻസ് ആവ് സ്റ്റേബിൾ ട്രേറ്റ് ഇൻഹെറിറ്റൻസ് ഫോർ സെവറൽ ജനറേഷൻ. നമ്മൾ പഠിച്ചു മെൻ്റൽ പലപ്പോഴും ട്രൂ ബ്രീഡിംഗ് ആണ് എടുത്തത്. അത് ശരിയായൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. മെൻ്റൽ കണ്ടക്റ്റഡ് ക്രോസ് പോളിനേഷൻ ഓൺ ട്രൂ ബ്രീഡിംഗ് ലൈൻസ് എന്നുള്ളതും ശരിയാണ്. പക്ഷേ ട്രൂ ബ്രീഡിംഗ് എന്താണെന്നുള്ള റീസൺ അല്ല ഇതിൽ കൊടുത്തിരിക്കുന്നത്. അസർഷൻ്റെ കറക്റ്റ് റീസൺ അല്ല. പല പ്രാവശ്യം സെൽഫ് പോളിനേഷൻ നടത്തിയിട്ടുള്ള ഒരു പ്ലാന്റിനെയാണ് ട്രൂ ബ്രീഡിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇയാൾ നടത്തിയത് കൊണ്ട് അത് ട്രൂ ബ്രീഡിംഗ് ആണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് രണ്ടും ശരിയാണ്. ഏത് ഓപ്ഷൻ വരും? നമുക്ക് B എന്ന ഓപ്ഷനാണ്. കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല എന്ന ഓപ്ഷനാണ്. ക്വസ്റ്റ്യൻ നമ്പർ 52 എന്താ? ഇൻ F2 ജനറേഷൻ ദ ട്രേറ്റ് സീൻ ഇൻ ദ പ്രോജനി വെർ ഐഡൻറ്റിക്കൽ ടു ദെയർ പാരൻറ്റ്. F2 ജനറേഷനിൽ എപ്പോഴും പാരൻറ്റിൻ്റെ അതായത് ഒരേപോലത്തെ പാരൻറ്റിൻ്റെ സ്വഭാവമാണ് കാണിക്കുന്നത്. ദ പ്രോജനി ഓഫ് F2 ജനറേഷൻ സോ നോ ബ്ലെൻഡിങ്. ഇത് രണ്ടും ശരിയല്ലേ? കാരണം
ബ്ലെൻഡിങ് ഇല്ലാത്തത് കൊണ്ടാണല്ലോ നോൺ പാരൻ്റൽ ക്യാരക്ടർ ഇല്ലാത്തത്. അപ്പോൾ ഇത് എന്ത് വരും? ഇത് എ എന്നുള്ള ഓപ്ഷനിൽ വരും. കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. ഗാമെറ്റ്സ് റിസീവ് ഓൺലി 1 alleles ഓഫ് ദ ജീൻ. ഇത് ലോ ഓഫ് സെഗ്രിഗേഷൻ ആണ്. ഡ്യൂറിങ് ഗാമെറ്റ് ഫോർമേഷൻ എന്താ പറയുക? ഒരു അലീൽ മാത്രമാണ്, ഗാമെറ്റിനകത്ത് ഒരു അലീൽ മാത്രമാണ് ഉള്ളൂ എന്നുള്ളത് ശരിയാണ്. പക്ഷേ മൈറ്റോസിസ് ഒക്കർ ഡ്യൂറിങ് ഗാമെറ്റ് ഫോർമേഷൻ ആണോ? അത് മിയോസിസ് അല്ലേ? അപ്പോൾ ഇത് തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 54. ഇൻ കോഡോമിനൻസ് ദ F1 ജനറേഷൻ റിസംബിൾ ബോത്ത് ദ പാരൻസ്. കോഡോമിനൻസിൽ F1 ജനറേഷൻ പൊസസ് ബോത്ത് ദ പാരൻസ് ശരിയാണ് അല്ലേ? പിന്നെയോ നമുക്ക് an example is the different type of red blood cells that determine ABO group of blood in human. ശരിയാണ്. രണ്ടും കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. എ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 55. സം ജീൻ ടെൻ ടു പാസ് ടുഗദർ ഫ്രം 1 ജനറേഷൻ ടു അനദർ. ഇതല്ലേ ലിങ്കേജ് എന്ന് പറയുക? ചില ജീനുകൾക്ക് ഒന്നിച്ച് ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് പാസ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് പറയുന്നു. ശരിയാണ്. പക്ഷേ സച്ച് ലീൻസ് ആർ ലൊക്കേറ്റഡ് ഫോർ എന്നല്ല ഫാർ അവേ. ഇത് തെറ്റാണ്. അവരടുത്തായിരിക്കണം. ലിങ്കേജ് ഉണ്ടാവണമെങ്കിൽ ജീനുകൾ അടുത്ത് സ്ഥിതി ചെയ്യണം. അപ്പോൾ ഫാർ അവേ എന്നുള്ളത് തെറ്റാണ്. അതുകൊണ്ട് സി. മനസ്സിലായല്ലോ അല്ലേ? അതായത് ഒരേ ക്രോമസോമിലായാൽ മാത്രം പോരാ, സെയിം സെറ്റ് ഓഫ് ക്രോമസോമിലായാൽ മാത്രം പോരാ, അവരടുത്തുകൂടെ സ്ഥിതി ചെയ്തെങ്കിലേ മാക്സിമം ലിങ്കേജ് വരൂ. ക്വസ്റ്റ്യൻ നമ്പർ 56. ഇൻസെക്ട് ഷോ ഫീമെയിൽ ഹെട്രോഗാമെട്രി. ആണോ? ഫീമെയിൽ ഹെട്രോഗാമെട്രി കാണിക്കുന്നത് ആരാണ്? ബേർഡ്സ് ആണ്, ഇൻസെക്റ്റ് അല്ല. ഇൻ ഇൻസെക്ട് മെയിൽ ഹാവ് XO സെക്സ് ക്രോമസോം, ഫീമെയിൽ XX. ഇത് ശരിയല്ലേ? അപ്പോൾ 56ാമത്തത് എന്താ വരിക? ഡി എന്ന ഓപ്ഷൻ അല്ലേ? ഫസ്റ്റ് തെറ്റും രണ്ടാമത്തത് ശരിയുമാണ്. ദ മെക്കാനിസം ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ഹണി ബി ഈസ് കോൾഡ് ഹാപ്ലോഡിപ്ലോയിഡി. യെസ്, ഹാപ്ലോഡിപ്ലോയിഡി മെത്തേഡാണ്. ഫീമെയിൽ ഈസ് ഡിപ്ലോയിഡ്, മെയിൽ ഈസ് ഹാപ്ലോയിഡ്. ഫീമെയിൽ ഹണി ബി ആർ ഹാപ്ലോയിഡ്. ഇത് തെറ്റാ. ഫീമെയിൽ ഹണി ബി ഹാപ്ലോയിഡ് അല്ല, ഫീമെയിൽ ഹണി ബി ഡിപ്ലോയിഡ് ആണ്. അപ്പോൾ ഇത് തെറ്റാണ്. അപ്പോൾ ഏത് വരും? സി വരും. ക്വസ്റ്റ്യൻ നമ്പർ 58. ഡൗൺ സിൻഡ്രോം, ക്ലൈൻഫിൽട്ടർ സിൻഡ്രോം, ടർണർ സിൻഡ്രോം ആർ ക്രോമസോമൽ ഡിസോർഡേഴ്സ്. അത് ശരിയാണ്. ഇൻ ക്ലൈൻഫിൽട്ടർ സിൻഡ്രോം ഫീമെയിൽ ആർ സ്റ്റെറൈൽ. ഇത് ഫീമെയിലുണ്ടാവുന്നതല്ല, മെയിലിനുണ്ടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏത് വരും? ഇത് ഓപ്ഷൻ എന്താ വരിക? ഇത് സി വരും. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 59 എന്താ? ഇൻ ആൻറ്റിറിനം സ്നാപ് ഡ്രാഗൺ ദ റെഡ് ഫ്ലവേഴ്സ് ആർ ക്രോസ്ഡ് വിത്ത് വൈറ്റ് ഫ്ലവേഴ്സ്. ദ F1 ജനറേഷൻ ഈസ് പിങ്ക്. നമുക്കറിയാം ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. വെൻ ദ പിങ്ക് ഫ്ലവേഴ്സ് വർ സെൽഫ്ഡ്, F2 ജനറേഷൻ ഈസ് സീൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? സ്നാപ് ഡ്രാഗണെ ക്രോസ് ചെയ്തിട്ട് റെഡും വൈറ്റും കൂടെ ക്രോസ് ചെയ്തപ്പോൾ പിങ്ക് കിട്ടി. പിങ്കിനെ പിങ്ക് കൊണ്ട് ക്രോസ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്ന എന്താ? ഈ കിട്ടുന്ന എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റൂലേ ഇതിനകത്ത്? അതായത് പിങ്ക് കളർ F1 ഡ്യൂ ടു ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ശരിയല്ലേ? അല്ലേ? നമുക്ക് ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. ഈ ഒരു പിങ്ക് കളർ എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. റേഷ്യോ ഓഫ് ദ F2 റെഡും പിങ്കും വൈറ്റും ഈ റേഷ്യോ ആണ്. 1:2:1 ആണ്. ലോ ഓഫ് സെഗ്രിഗേഷൻ ഡസ് നോട്ട് അപ്ലൈ. ഇത് തെറ്റടാ. അത് ഏതിലാണെങ്കിലും ലോ ഓഫ് സെഗ്രിഗേഷൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. കാരണം ഈ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്നുള്ളത് സെഗ്രിഗേറ്റ് ചെയ്തിട്ടുള്ള ഒന്ന് ആറും ആയിട്ട് മാറുന്നത്. അപ്പോൾ ഗ്യാമറ്റുകൾ സെപ്പറേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് ശരിയാണ്. അപ്പോൾ ഇത് അപ്ലൈ അല്ല എന്നുള്ളത് തെറ്റാണ്. പിന്നെ ദിസ് എക്സ്പെരിമെന്റ് ഡസ് നോട്ട് ഫോളോ എന്നുള്ളത് ശരിയാണ്. അപ്പോൾ ഇതിലേതാ ഇൻകറക്റ്റ്? ഇൻകറക്റ്റ് എന്ന് പറയുന്നത് 3 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 60. സെലക്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇൻ മെയിൽ ഗ്രാസ്ഹോപ്പേഴ്സ് 50% ഓഫ് ദ സ്പേം ഹാവ് നോ സെക്സ് ക്രോമസോം. അത് ശരിയാ. ഇൻ ഡൊമസ്റ്റിക്കേറ്റഡ് ഫോൾ സെക്സ് ഓഫ് ദ പ്രോജനി ഡിപ്പെൻഡ് ഓൺ ടൈപ്പ് ഓഫ് സ്പേം റാദർ ദാൻ എഗ്. തെറ്റാ. ഫൗൾസിൽ, ബേർഡ്സിൽ ആരാണ് തീരുമാനിക്കുന്നത്? ഫീമെയിലാണ് തീരുമാനിക്കുക. ഫീമെയിൽ ഹെട്രോഗാമെട്രിയാണ്. സോ ദ ഫീമെയിൽ ഡിസൈഡ് ദ സെക്സ് ഓഫ് ദ ഫീറ്റസ്.
ഓക്കെ, അപ്പോൾ അതുകൊണ്ട് സ്പേം അല്ല എഗ് റാദർ ദാൻ സ്പേം എന്നാണ് ഉത്തരം വേണ്ടത്. അപ്പോൾ അത് തെറ്റാണ്. ഓക്കെ, ബി. ക്വസ്റ്റ്യൻ നമ്പർ 61. ഐഡൻറ്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫോർ സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ഹ്യൂമൻ. ഹ്യൂമൻ കണ്ടെയ്ൻ 23 പെയർ ഓഫ് ഓട്ടോസോം ആണോ? 22 പെയേഴ്സ് അല്ലേ? ഒരു പെയർ സെക്സ് ക്രോമസോം അല്ലേ? ഫീമെയിൽ പ്രൊഡ്യൂസ് ഓൺലി 1 ടൈപ്പ് ഓഫ് ഓവം ശരിയാണ്. ജനറ്റിക് മേക്ക് ഓഫ് ദ സ്പേം ഡിറ്റർമിൻ ദ സെക്സ് ശരിയാണ്. 2 ടൈപ്സ് ഓഫ് ഗാമെറ്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ മെയിൽ എന്നുള്ളത് ശരിയാണ്. അപ്പോൾ തെറ്റെന്നുള്ളത് ഓപ്ഷൻ എ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 62. തലാസീമിയ ആൻഡ് സിക്കിൾ സെൽ അനീമിയ ആർ കോസ്ഡ് due to a problem in the globin molecule synthesis. Select the correct statement. തലാസീമിയയും സിക്കിൾ സെൽ അനീമിയയും ഗ്ലോബിൻ മോളിക്യൂളിൻ്റെ സിന്തസിസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. ഇതിലേതാണ് കറക്റ്റായിട്ട് വരുന്നത്? ഇതിൽ ബോത്ത് ആർ ഡ്യൂ ടു ക്വാളിറ്റേറ്റീവ് പ്രോബ്ലം അല്ല, ബോത്ത് ആർ ഡ്യൂ ടു ക്വാണ്ടിറ്റേറ്റീവ് അല്ല. ഒരെണ്ണം ക്വാളിറ്റേറ്റീവും ഒരെണ്ണം ക്വാണ്ടിറ്റേറ്റീവുമാണ്. ഏതാ? തലാസീമിയ ക്വാണ്ടിറ്റേറ്റീവാണ്, അതേസമയത്ത് സിക്കിൾ സെൽ അനീമിയ ക്വാളിറ്റേറ്റീവാണ്. തലാസീമിയാസ് ഡ്യൂ ടു സിന്തസിസ് ഓഫ് അബ്നോർമൽ ഹീമോഗ്ലോബിൻ, അതായത് അത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് പ്രോബ്ലമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 63 എന്താ നോക്കൂ മാച്ച് ചെയ്യാനുള്ളത്. ടെസ്റ്റ് ക്രോസ്, മോണോ ഹൈബ്രിഡ് ക്രോസ്, ഡൈഹൈബ്രിഡ് ക്രോസ്. ജസ്റ്റ് 5 more minutes കൊണ്ട് നമ്മൾ ഈ ടോപ്പിക്ക് തീർക്കാൻ പോവാം. എന്തൊക്കെയാ? ടെസ്റ്റ് ക്രോസ് എന്ന് പറയുമ്പോൾ എന്ത് വരും? 1:1 വരണം അല്ലേ? മോണോ ഹൈബ്രിഡ് ക്രോസോ 3:1, ഡൈഹൈബ്രിഡ് ക്രോസോ 9:3:3:1. അപ്പോൾ എത്ര വരും? അത് നമുക്ക് 1 2 3 1. യെസ്, ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 64 എന്താ നോക്കൂ. 64-ൽ ഇൻവേർഷൻ, ഡ്യൂപ്ലിക്കേഷൻ, ഡിലേഷൻ, ട്രാൻസ്ലൊക്കേഷൻ ഉണ്ട്. ഇത് ക്രോമസോമൽ മ്യൂട്ടേഷനാ. ഇൻവേർഷൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ അത് എത്ര വരും? 90 ഡിഗ്രി അല്ലേ? ഇത് 1 വരും. 180 ഡിഗ്രിയിൽ ഇങ്ങനെ ഇൻവേർട്ട് ചെയ്യുക. പിന്നെ രണ്ടാമത് ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ വരിക? അഡീഷൻ വരും, 3 വരും. പിന്നെ ഡിലീഷൻ എന്ന് പറഞ്ഞാലോ ലോസ് വരും. പിന്നെ ട്രാൻസ്ലൊക്കേഷൻ 4 വരും. അപ്പോൾ സി ആ വരേണ്ടത്. 1 3 2 4. ഗ്രിഗർ മെൻഡൽ എന്താണ് ഇയാളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം? ഗ്രിഗർ മെൻഡലുമായി ബന്ധപ്പെട്ട കാര്യം ഇതിൽ ഏതാ നോക്കൂ. ലോ ഓഫ് ഇൻഹെറിറ്റൻസ്. ഓക്കെ. പിന്നെ സട്ടൺ ആൻഡ് ബോവറി ക്രോമസോം തിയറി അല്ലേ? പിന്നെ ഹെൻകിങ് എന്താ? ഹെൻകിങ് ഡിസ്കവേർഡ് എക്സ് ബോഡി, എക്സ് ക്രോമസോം. പിന്നെയോ മോർഗാൻ ലിങ്കേജ്. പിന്നെ ആരാ ഉള്ളത്? ഡീവ്രീസ് മ്യൂട്ടേഷൻ. ഓപ്ഷൻ ബി. എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പ്. ക്വസ്റ്റ്യൻ നമ്പർ 66. എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പ് എന്ത് വരും? എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പ് മൾട്ടിപ്പിൾ അലലിസം അല്ലേ? ലോ ഓഫ് സെഗ്രിഗേഷൻ മോണോ ഹൈബ്രിഡ് ക്രോസ്. ഇത് 4. ലോ ഓഫ് സെഗ്രിഗേഷൻ മോണോ ഹൈബ്രിഡ് ക്രോസ് 2 തന്നെ. ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ഡൈഹൈബ്രിഡ് ക്രോസ്. പിന്നെ ജീൻ മ്യൂട്ടേഷൻ ബേസ് പെയർ സബ്സ്റ്റിറ്റ്യൂഷൻ 4. ക്വസ്റ്റ്യൻ നമ്പർ 67 എന്താ? പ്ലിയോട്രോപിക് ജീൻ കോഡോമിനൻസ് എപ്പിസ്റ്റാറ്റിസ് മ്യൂട്ടേഷൻ. പറയാൻ പറ്റുമോ? എന്താ വരിക? പ്ലിയോട്രോപിക് ജീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചു നോൺ അലിലിക് ജീൻ ഇൻട്രാക്ഷൻ. ഇതിൽ എന്താ പ്ലിയോട്രോപിക് ജീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ജീൻ ഷോ മൾട്ടിപ്പിൾ ഫിനോടൈപ്പിക് എക്സ്പ്രഷൻ. അപ്പോൾ എ ഈസ് ഈക്വൽ ടു 3 വന്നു. കോഡോമിനൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ബോത്ത് അലീൽസ് എക്സ്പ്രസ് ടുഗദർ. ബി ഈസ് ഈക്വൽ ടു 1 വന്നു. പിന്നെ എപ്പിസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ നോൺ അലിലിക് ജീൻ ഇൻട്രാക്ഷൻ ആണ്. അപ്പോൾ സി ഈസ് ഈക്വൽ ടു 4 വന്നു. പിന്നെ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ന്യൂക്ലിയോടൈഡ്. ഡി ഈസ് ഈക്വൽ ടു 2. 3 1 4 2. സോ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ. ഇനിയുള്ളത് കാരിയോടൈപ്പ് ഓഫ് ദ ഡൗൺ സിൻഡ്രോം ഓഫ് ഹൗ മെനി ക്രോമസോം? ക്രോമസോം എത്ര ക്രോമസോം ഉണ്ട്? നമ്മുടെ ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? 45A പ്ലസ് XX അല്ലെങ്കിൽ 45A പ്ലസ് XY. ടോട്ടൽ 47 ക്രോമസോം. ട്രൈസോമി അല്ലടാ. ട്രൈസോമി എന്ന് പറഞ്ഞാൽ എന്താ വരിക? 2n+1. 46+1 47 ക്രോമസോം വരും. ഓക്കെ. മോണോസോമി ആൻഡ് ട്രൈസോമി റെപ്രസെൻറ്റഡ് ബൈ മോണോസോമി എന്ന് പറഞ്ഞാൽ എന്താ? 2n-1. 2n
+1 ട്രൈസോമി. മോണോസോമി എന്ന് പറഞ്ഞാൽ എന്താ വരിക? 2n-1, മറ്റേത് 2n+1, 2n-1, 2n+1. The number of chromosome in female and male honeybees are. മെയിൽ ഹണിബിയിൽ എത്ര, ഫീമെയിൽ ഹണിബിയിൽ എത്ര? ഫീമെയിലിൽ എത്രയാ? നമ്പർ ഓഫ് ക്രോമസോം ഇൻ ഫീമെയിൽ അല്ലേ 32, മെയിൽ 16. സോ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഇൻ ഹണിബി മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ത്രൂ. ഹണിബിയിൽ മെയിൽ എങ്ങനെ ഉണ്ടാവുന്നു, ഫീമെയിൽ ഗാമറ്റ് എങ്ങനെ ഉണ്ടാവുന്നു? നിങ്ങൾക്കറിയാം മെയിലിൽ അല്ലേ തന്നെ അതെന്താ ഹാപ്ലോയിഡ് ബോഡിയാണ്. അതുകൊണ്ട് മൈറ്റോസിസ് വഴിയാണ് ഗാമറ്റ് ഉണ്ടാവുക. ഫീമെയിലിൽ മിയോസിസ് വഴിയും. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മെയിൽ ആൻഡ് ഫീമെയിൽ ആണ്. അപ്പോൾ എന്താ വരിക? മൈറ്റോസിസ് ആൻഡ് മിയോസിസ് റെസ്പെക്റ്റീവ്ലി. ദ ABO ബ്ലഡ് ഗ്രൂപ്പ് ഈസ് കൺട്രോൾഡ് ബൈ. ABO ബ്ലഡ് ഗ്രൂപ്പ് കൺട്രോൾ ചെയ്യുന്നത് ഐ ജീൻ. വിച്ച് വൺ ഫ്രോം ദ പീരീഡ് ഓഫ് മെൻ്റൽ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റ്. മെൻ്റൽ ഏത് വർഷമാണ് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റ് നടത്തിയത്? 56 to 63. മെൻ്റൽ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റ് മെറ്റീരിയൽ വാസ് എന്തായിരുന്നു? പൈസം സറ്റൈവം, ദാറ്റ് ഈസ് ഗാർഡൻ പീ. ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ദ മെൻ്റൽസ് ഒബ്സർവേഷൻ വിച്ച് ജനറേഷൻ ഓഫ് പ്രോജനി always represent phenotype of the dominant parent. എപ്പോഴും ഏതായിരിക്കും ഡോമിനൻ്റ് പാരൻറ്റിൻ്റെ ക്യാരക്ടേഴ്സ് മാത്രം കാണിക്കുന്നത്? അത് മെൻ്റലിൻ്റെയാണ് പറയുന്നത്. അപ്പം കംപ്ലീറ്റ് ഡോമിനൻസാണ്. കംപ്ലീറ്റ് ഡോമിനൻസിൽ ഏതിൽ മാത്രമാണ് പാരൻ്റൽ ക്യാരക്ടേഴ്സ് മാത്രം ഉള്ളതെന്ന് ചോദിച്ചാൽ അത് എന്താണ്? F1 നമുക്ക് കൊടുക്കാം. പ്രോജനി ഓൾവേസ് അപ്പോൾ ദ ഫീനോടൈപ്പ് ഓഫ് ദ ഡോമിനൻ്റ് പാരൻറ്റ്. പാരൻ്റ് അല്ല ചോദിച്ചാൽ ഡോമിനൻ്റ് പാരൻ്റ് ആണ്. F2ൽ ഡോമിനൻ്റും ഉണ്ട് റിസസീവും ഉണ്ട്. അതേ സമയത്ത് ഡോമിനൻ്റ് പാരൻ്റ് ഉള്ളത് F1 ആണ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ ഈ ഒരു പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസിൽ 75 ക്വസ്റ്റ്യനാണ്. കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട്, കാരണം നമ്മളെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ എടുത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ 1 മണിക്കൂർ കൊണ്ട് തീർക്കണം എന്നുള്ളത് കൊണ്ടുമാണ്. അപ്പോൾ എല്ലാവരും കാര്യമായിട്ട് ഇതൊന്നുകൂടെ റിവൈസ് ചെയ്ത് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു. ഇത് യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.